നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ നിലമ്പൂരിലെ മത്സരചിത്രം കൂടുതൽ തെളിയുകയാണ്. PV അൻവറിന് തൃണമൂൽ ചിഹ്നത്തിൽ മത്സരിക്കാനാകില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാകും മുൻ MLA ജനവിധി തേടുക. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇറങ്ങുന്നതോടെ അടുത്തയാഴ്ച കൂടുതൽ കളറാകും. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രമുഖർ ഷൗക്കത്തിന് വേണ്ടി വോട്ട് പിടിക്കാൻ എത്തുകയും ചെയ്യും. ഇന്നും സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് നിലമ്പൂരിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ഈ ചർച്ചയിൽ ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസ്, ശ്രീ പി ഷബീർ CPIM, ശ്രീ ശങ്കുട്ടി ദാസ് BJP, ശ്രീ ഹംസ പാറക്കാട്ട് തൃണമൂൽ കോൺഗ്രസ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ ഒരു ലാപ്പ് കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. 4 സ്ഥാനാർത്ഥികളായിരിക്കുന്നു. ഇതിനെ ഒരു ചതുഷ്കോണ മത്സരമായിട്ടാണോ കോൺഗ്രസ് കാണുന്നത്, അതോ LDFും UDFും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമായിട്ടോ? ഭരണവിരുദ്ധ വികാരം, ഭരണത്തിന്റെ വിലയിരുത്തൽ തുടങ്ങിയവ നിശ്ചയമായും ഉണ്ടാകും. അപ്പോൾ ഇവിടെ PV അൻവർ ഒരു പ്രതിപക്ഷ ശബ്ദമായിരുന്നു. ആ അർത്ഥത്തിൽ സർക്കാരിനെതിരെ കുറെ കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ അഡ്വാൻറ്റേജ് അൻവറിനായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഭരണവിരുദ്ധ വോട്ടുകൾ നെടുകെ പിളരുമോ? എങ്ങനെയാണ് കോൺഗ്രസ് ഈ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് ആരൊക്കെയാണ് അംഗത്തിന് റെഡി ആയിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്ന വേളയിൽ പറയുന്നത് കാണുന്നത്? അഭിലാഷ്, നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് LDFിനകത്തുണ്ടായിട്ടുള്ള പൊട്ടിത്തെറിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്വന്തം പിതാവിനെ പോലെയാണെന്ന് വിശേഷിപ്പിച്ച് 15 വർഷക്കാലത്തോളം CPMുമായി ചേർന്ന് നടന്നിരുന്ന, CPMന്റെ സൈബർ കടന്നലുകൾക്ക് അവരുടെ രാജകുമാരനായിരുന്ന, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ CPMുമായി ഇടഞ്ഞ് പിണറായി വിജയനുമായി പിണങ്ങി അദ്ദേഹത്തിൻ്റെ മരുമകനെതിരെയും മകൾക്കെതിരെയും ഒക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ LDF വളർന്ന് പുറത്തിറങ്ങി LDFിന്റെ റിബലായിട്ട് മത്സരിക്കുന്ന, LDFന് റിബലായി മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. LDF ബന്ധം അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് 7-8 മാസമായി. LDF റിബൽ എന്ന് എങ്ങനെ വിളിക്കാൻ കഴിയും? എന്ന് മാത്രമല്ല, അതിനുശേഷം അദ്ദേഹം UDF പാളയത്തിലായിരുന്നു. UDF നേതാക്കളുടെ വലിയ പിന്തുണ അദ്ദേഹം അറസ്റ്റിലായ സമയത്തുണ്ടായിരുന്നു. UDFിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത് അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ റിബൽ എന്ന് വിളിക്കുക? LDF റിബലാണല്ലോ. കാരണം അദ്ദേഹം രാജിവെച്ചത് കൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അദ്ദേഹം രാജിവെക്കാണ്ടായ സാഹചര്യം LDFിനകത്ത പൊട്ടിത്തെറിയാണല്ലോ. LDFിനകത്ത് നിന്ന് ഒരാൾ പൊട്ടിത്തെറിച്ച് പുറത്ത് വന്ന് അതിന്റെ ഭാഗമായിട്ടുണ്ടായ തെരഞ്ഞെടുപ്പായി അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം UDFിന്റെ ഭാഗമായിട്ടല്ല മത്സരിക്കുന്നത്, അദ്ദേഹം സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം LDF റിബലാണ്. കഴിഞ്ഞ തവണ അദ്ദേഹം LDF പിന്തുണയിൽ LDFിന്റെ സ്ഥാനാർത്ഥിയായി, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 2 തവണ വിജയിച്ചിട്ടുള്ളയാളാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം LDF റിബലാണ്. അങ്ങനെയാണ് സാമാന്യേന രാഷ്ട്രീയം മനസ്സിലാക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കരുതുന്നത് LDFന് 2 സ്ഥാനാർത്ഥികളാണ്. LDF സ്ഥാനാർത്ഥിയും LDFിന്റെ റിബൽ സ്ഥാനാർത്ഥിയും ഉണ്ട്. മറുവശത്ത് UDF ഐക്യത്തോടുകൂടി ഒറ്റക്കെട്ടായി നിൽക്കുന്നു. UDFിന്റെ വിജയം സുനിശ്ചിതമാണ്. ഇവിടെ നടക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് LDF വേഴ്സസ് UDF ആണ്. ഈ സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷക്കാലത്തെ പ്രവർത്തന പരാജയം, ജനവിരുദ്ധ നയങ്ങൾ, അഴിമതികൾ, കൊള്ളകൾ, കെടുകാര്യസ്ഥത, ഇതെല്ലാം തീർച്ചയായിട്ടും നിലമ്പൂരിലെ തെരുവുകളിൽ ഞങ്ങൾ വിചാരണ ചെയ്യും. ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾ, നരേന്ദ്രമോദി സർക്കാരിനോട് ചേർന്നതുകൊണ്ട് RSSനേക്കാൾ വലിയ RSS ഭക്തി കാണിക്കുന്ന പിണറായി വിജയന്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നിലമ്പൂരിൽ തീർച്ചയായിട്ടും വിചാരണ ചെയ്യപ്പെടും. BJPക്ക് അനുകൂലമായി നിലപാടുകൾ എടുക്കുന്ന LDFിന്റെ ജനവിരുദ്ധ നയങ്ങൾ തീർച്ചയായിട്ടും നിലമ്പൂരിൽ വലിയ ചർച്ചയാകും. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പോരാട്ടമാണ്. LDF UDF തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് നടക്കുന്നത്. നോക്കൂ, പാലക്കാട് തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, ഇത് UDF BJP പോരാട്ടമാണ് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടുത്തെ സാഹചര്യം വ്യത്യസ്തമാണ്. ഇവിടെ മറ്റൊരു തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. പിന്നെ നോമിനേഷൻ ആർക്കും കൊടുക്കാം, നോമിനേഷൻ എത്ര പാർട്ടിക്കാർക്കും കൊടുക്കാം. നിരവധി പാർട്ടിക്കാർ, ഫ്രിഞ്ച് എലിമെന്റ്സിനെ പോലെയുള്ള ആളുകളൊക്കെ നോമിനേഷൻ കൊടുത്തിട്ടുണ്ടാകാം. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്, ജനാധിപത്യമാണ്, അതിനെല്ലാം മാനിക്കുന്നു. പക്ഷേ യഥാർത്ഥ പോരാട്ടം എന്ന് പറയുന്നത് LDF വേഴ്സസ് UDF ആണ്. അതിൽ ഏറ്റവും തുടക്കത്തിൽ 24 മണിക്കൂറിനധികം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും ശക്തമായ രീതിയിൽ മൈക്രോ ലെവൽ മാനേജ്മെന്റിലൂടെ ബൂത്ത് തലങ്ങളിൽ പ്രവർത്തനം ശക്തമാക്കി അതിവേഗം ബഹുദൂരം മുന്നേറാൻ UDFന് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ശരി, ശ്രീ ശങ്കുട്ടി ദാസ്, പിണറായി വിജയൻ RSSനേക്കാൾ വലിയ RSS ഭക്തി കാണിച്ചു എന്നൊക്കെ സന്ദീപ് പറയുമ്പോൾ ശങ്കുവിന്റെ മുഖത്തൊരു ചിരി വിടരുന്നതൊക്കെ ഞാൻ കണ്ടു. അതോടെ നിൽക്കട്ടെ, എൻ്റെ ചോദ്യം, ഇവിടെ LDFും UDFും ഒഴികെയുള്ള മറ്റാളുകൾ അപ്രസക്തരാണോ? BJP ഒരു ലോ പ്രൊഫൈൽ മത്സരത്തിനാണോ തയ്യാറെടുക്കുന്നത്? ചേലക്കരയിലും അതുപോലെ തന്നെ പാലക്കാടും ഒക്കെ കണ്ടതുപോലെയുള്ള വീറും വാശിയൊന്നും എന്തായാലും ഗ്രൗണ്ടിൽ പ്രകടമല്ല. നാട്ടുകാരൊക്കെ സ്ഥാനാർത്ഥി എവിടെ എന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി നോമിനേഷൻ കൊടുത്തു എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾ സീരിയസ് ആയി കാണാത്ത ഒരു മത്സരമാണോ? കരക്കിരുന്ന് കളി കാണുകയാണോ? നോക്കൂ, അങ്ങയുടെ ആരോപണം ശരിയാവുമായിരുന്നു. ഞങ്ങൾ ആരെങ്കിലുമാണ് അവിടെ മത്സരിപ്പിച്ചതെങ്കിൽ
ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്ന ഒരു പാർട്ടിയുടെ നിലപാടും ആ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന സമീപനവും രണ്ടാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരു അനാവശ്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഇത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് മേലെ അനാവശ്യമായിട്ട് അടിച്ചേൽപ്പിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയെ ഏതെങ്കിലും നിലയിൽ മാറ്റം വരുത്തുന്നില്ല. അത് രണ്ട് മുന്നണികളുടെ അംഗസംഖ്യയെയോ നിലവിലുള്ള സർക്കാരിന്റെ തുടർച്ചയെയോ ഒന്നും അത് ബാധിക്കുന്നില്ല. അനാവശ്യമായി ജനങ്ങളുടെ നികുതി പണം ചെലവഴിക്കുന്ന ഒരു അകാരണമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഇത് എന്നൊരു നിലപാട് BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അത് രണ്ടാമത്തെ ഘട്ടമാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട എന്നല്ല തീരുമാനിച്ചത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ വോട്ടുകളുണ്ട്. ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 17,500 വോട്ടുകളുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ 8,500 വോട്ടുകളുണ്ട്. 10,000-ന് മുകളിൽ വോട്ടുകൾ ഞങ്ങൾക്ക് അവിടെയുണ്ട്. ഞങ്ങളുടെ വോട്ടുകൾ ഈ രണ്ടുപേർക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ മത്സരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിൽ ആര് ജയിച്ചാലും BJP അവർക്ക് വോട്ട് കച്ചവടം നടത്തി, അവർക്ക് വോട്ട് മറിച്ചു കൊടുത്തു എന്നൊരു ആക്ഷേപം ഉണ്ടാവും. BJPയുടെ സംഘടനാ സംവിധാനം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തീരെ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലം കൊണ്ട് ആർജിച്ചെടുത്തിട്ടുള്ള സംവിധാനം അവിടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രചരണം നടത്താനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഞങ്ങൾ മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കുകയോ പൊതുസമ്മതനായിട്ടുള്ള സ്വതന്ത്രരെ നിർത്തുകയല്ല ചെയ്തത്. BJP ചിഹ്നത്തിൽ ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. ഏറ്റവും ശക്തനായ നിലവിലെ നിലമ്പൂരിലെ സാഹചര്യം BJP ചിഹ്നത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളത് ശരി തന്നെ. നോമിനേഷൻ കൊടുക്കുന്ന അന്ന് രാവിലെയാണ് പുള്ളി BJP ആയത്. അതുവരെ BJP എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വിദൂരത്തിലുള്ള എന്തോ ഒരു കാര്യമായിരുന്നു. അല്ല, തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പാർട്ടിയിൽ ചേർന്നിട്ടുള്ള ആളുകൾ പാർട്ടിയുടെ വക്താക്കളായിട്ട് ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ രാഷ്ട്രീയത്തിൽ പാടാത്ത കാര്യമൊന്നുമല്ലല്ലോ. അദ്ദേഹത്തിന് അന്നാണ് BJP ആണ് ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ. മറ്റത്രയും കാലം പ്രവർത്തിച്ചിരുന്ന ഓപ്ഷനുകൾ ശരിയല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന്റെ നിലമ്പൂരിലെ സ്റ്റാൻഡിങ് എന്താണെന്നുള്ളതല്ലേ ചോദ്യം. അദ്ദേഹം കേരള കോൺഗ്രസിന്റെ വളരെ ശക്തനായിട്ടുള്ള നേതാവായിരുന്നു. കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള പരിചയം അദ്ദേഹത്തിനുണ്ട്. കേരള കോൺഗ്രസിന്റെ, അതായത് ഈ പറയുന്ന നിലമ്പൂരിലുള്ള ചുങ്കത്തറ എന്ന് പറയുന്ന പ്രദേശം ഏതാണ്ട് 18% ക്രിസ്ത്യൻ പോപ്പുലേഷനുള്ള സ്ഥലമാണ് നിലമ്പൂര്. പണ്ട് മഹാരാജാവിന്റെ കാലത്ത് കോഴിക്കോട് സാമൂതിരിയുടെ ഭൂമി പാട്ടത്തിനെടുത്തിട്ട് മുതൽ വനഭൂമി വെട്ടിപ്പിടിച്ചിട്ട് മുതൽ കൃഷി നടത്തിയിട്ടുള്ള മലയോര കർഷകർക്ക് വളരെ ശക്തിയും സ്വാധീനമുള്ള ഭൂമിയാണ്. അവിടെ തന്നെ മാർത്തോമ ക്രിസ്ത്യാനികൾക്ക് വലിയ ഒരു ജനസംഖ്യയുണ്ട്. ആ മാർത്തോമ ക്രിസ്ത്യൻ സമുദായത്തിലെ വളരെ പ്രബലനായിട്ടുള്ള നേതാവ് കൂടിയാണ് അദ്ദേഹം. രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമല്ല, അതൊരു സമുദായ പ്രവർത്തകനാണ്. അദ്ദേഹം മാർത്തോമയുടെ സ്റ്റേറ്റ് സഭാ കൗൺസിൽ അംഗമാണ്. അവിടുത്തെ ചുങ്കത്തറയിലെ മാർത്തോമ പള്ളിയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുത്തെ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയർഡ് പ്രിൻസിപ്പൾ ആണ്. അപ്പൊ വലിയൊരു വിഭാഗത്തിന് മുകളിൽ സ്വാധീനമുള്ള ആളാണ്. ഞാൻ ഈ ചർച്ചയിൽ തന്നെ പറയാം, വേണമെങ്കിൽ തിരുത്തിക്കോട്ടെ. ഈ പറയുന്ന PV അൻവർ ആയിക്കോട്ടെ, ആര്യാടൻ മുഹമ്മദ് ആയിക്കോട്ടെ, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ ആദ്യം പോയി കാണുന്ന 10 ആളുകളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മോഹൻ ജോർജ് ഉണ്ടായിരുന്നു. അപ്പൊ അത്രയും ശക്തിയും സ്വാധീനവും ഉള്ള ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ഒരാളെ ഞങ്ങൾ BJP ഫോൾഡിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് BJPയുടെ സിറ്റിംഗ് വോട്ടുകൾ, BJPയുടെ അവിടെയുള്ള 15,000-ഓളം വോട്ടുകളും അതിന് പുറമേക്കുള്ള വലിയൊരു ജനസംഖ്യയായിട്ടുള്ള അവിടുത്തെ മലയോര വലിയ ഒരു ജനസംഖ്യ എന്നൊക്കെയുള്ളത് എത്രമാത്രം വസ്തുതാപരമാണെന്ന് അറിയില്ല. 15-16% ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ട്. അതിൽ തന്നെ റോമൻ കത്തോലിക്കരാണ് കൂടുതൽ. ശരിയാണ്, ചുങ്കത്തറ മാർത്തോമ കോളേജും അതിന് ചുറ്റുപാടുള്ളൊരു കമ്മ്യൂണിറ്റി എന്നുണ്ട്. പക്ഷേ അത് നമ്മൾ ന്യൂമറിക്കലായി നോക്കിയാൽ താങ്കൾ പറയുന്ന പോലെ ശങ്കു വളരെ വലിയ അല്ല, ചെറു ന്യൂനപക്ഷമാണ്. ഇനിയിപ്പോ മാർത്തോമക്കാരെല്ലാവരും NDAക്ക് വോട്ട് ചെയ്താൽ പോലും നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കില്ല. അല്ല, നോക്കൂ, ഞങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം വോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല. കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ചില പ്രത്യേക വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള മുനമ്പം വിഷയം ഈ പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളമുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആശങ്കയും രണ്ട് മുന്നണികളോടും പ്രതിപത്തി ഉണ്ടാക്കിയിട്ടുള്ള വിഷയമാണ്. അവിടെ 600ഓളം കുടുംബങ്ങളുടെ കാര്യത്തിൽ ഈ രണ്ട് മുന്നണികൾ എങ്ങനെയാണ് വഞ്ചനാപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചത്. ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ആവട്ടെ LDF ആവട്ടെ എടുത്തിട്ടുള്ള സമീപനം അത് ദേശസ്നേഹമുള്ള നിലമ്പൂരിനെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നിലവിലുള്ള നിലമ്പൂരിന്റെ വികസന മുരടിപ്പിന്റെ കാര്യം, 30 കൊല്ലമായിട്ട് പണി തീരാത്ത ബൈപ്പാസ് റോഡിന്റെ കാര്യം, തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ വരും എന്ന് BJP കാണുന്നു. അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നു. ശ്രീ K. അനിൽകുമാർ CPM സംസ്ഥാന കമ്മിറ്റി അംഗം ഉണ്ട്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ ചതുഷ്കോണ മത്സരം എന്നാണ് നിലമ്പൂർ പോരാട്ടത്തെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. LDF ഇതിനെ ഒരു ചതുഷ്കോണ മത്സരമായിട്ടാണോ കാണുന്നത്, അതോ UDF-ഉമായിട്ടുള്ള നേരിട്ടുള്ള മത്സരമായിട്ടാണോ? ഒന്ന്, നിലമ്പൂർ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് നല്ല അടിത്തറയുള്ള മണ്ഡലമാണ്. ഇവിടെ മുമ്പ് ആര്യാടൻ മുമ്പ് ദീർഘമായി 3 പതിറ്റാണ്ട് ജയിക്കാനിടയായ മണ്ഡലഘടന മാറി. UDF-ന് നല്ല സ്വാധീനമുള്ള 2 പഞ്ചായത്തുകൾ തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് മാറിയതോടുകൂടി ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വളരെ നേർത്ത ഒരു വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് 9 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട PV അൻവർ അദ്ദേഹം
നിഷ്പക്ഷമായ വോട്ടുകൾ അല്ലെങ്കിൽ കോൺഗ്രസ് വിഭാഗത്തിൽപ്പെട്ട വോട്ടുകൾ കൂടി സമാഹരിച്ചുകൊണ്ട് ഈ മണ്ഡലം LDF അനുകൂലമാക്കുന്ന നീക്കമുണ്ടായത്. അതിനുശേഷം 9 കൊല്ലം കൊണ്ട് ഈ നാട്ടിലുണ്ടായ വെളിച്ചം, ഈ നാട്ടിലുണ്ടായ മാറ്റം, ഇവിടെ ഉണ്ടായ വികസനം, ഇടതുപക്ഷം എന്താണ് എന്ന് ഈ നാട്ടിലെ ആളുകളെ ബോധ്യപ്പെടുത്തി. അത് തുടരണമോ വേണ്ടയോ എന്ന ചോദ്യം മാത്രമാണ് നിലമ്പൂരിന് മുമ്പിലുള്ളത്. ഇരുട്ട് നിറഞ്ഞ ആര്യാട് മുഹമ്മദിന്റെ ഒരു കാലം, അത് വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്തെ ഇരുട്ട് നിറഞ്ഞ കാലം മാത്രമല്ല, പവർ കട്ട് മന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ കാലം മാത്രമല്ല, തീരെ വികസനമില്ലാതിരുന്ന, ഉദാഹരണമായിട്ട് നിലമ്പൂര് അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ചന്തക്കുന്നിലെ നേർത്ത റോഡ്, അത് പിന്നീട് പഴയ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് നിലമ്പൂർ നഗരത്തെ തന്നെ വികസിപ്പിച്ചത് LDF ആണ്. ഇന്നത്തെ LDF ആണ് 9 കൊല്ലം. UDF നിലമ്പൂരിൽ തോറ്റത് കൊണ്ടാണ് പുതിയ നിലമ്പൂർ ഉയർന്നു വന്നത്. ഈ ആത്മവിശ്വാസം ഇവിടുത്തെ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വളരെ വികസന കാര്യങ്ങൾ മുമ്പ് നിൽക്കുമ്പോഴാണ് സഖാവ് സ്വരാജ് മത്സരരംഗത്തേക്ക് വന്നത്. അത് ഈ മണ്ഡലത്തിൽ ഗുണകരമായ മാറ്റം ഉണ്ടാക്കി എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ. തീർച്ചയായിട്ടും സ്വരാജ് വ്യക്തിപ്രഭാവമുള്ള സ്ഥാനാർത്ഥിയാണ്, സംശയമില്ല. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാവുക ഷനിൽകുമാർ, ഇതിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സെമി ഫൈനലാണല്ലോ. അപ്പോൾ വോട്ടർമാർ ഇത് സർക്കാരിന്റെ പ്രകടനത്തിന് അവർക്ക് മാർക്കിടാനുള്ള ഒരു അവസരമാക്കി ഉപയോഗിക്കും. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തോ സ്വരാജോ എന്നുള്ള ചോയ്സിനേക്കാൾ ഇത് പിണറായി വിജയൻ വേഴ്സസ് ഒപ്പോസിഷൻ എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് അവിടെ തന്നെ ഉണ്ടാവുമോ? അല്ല, ഈ പ്രതിപക്ഷത്ത് 9 കൊല്ലം ഇരുന്നിട്ടും കേരളത്തിലെ ഏറ്റവും വലിയ അഹങ്കാരമുള്ള ഒരാളെയാണ് പ്രതിപക്ഷ നേതാവാക്കിയെന്നല്ലേ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യമുന്നണിക്ക് എന്ത് കാര്യത്തിനാണ് തലകുനിക്കാനുള്ളത്? 1600 വെച്ച് പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്ന് പറയുന്ന ഒരു നേതാവല്ലേ KC വേണുഗോപാൽ. ഞങ്ങൾ ഡിഫൻസിലല്ല, വികസനം എന്ന് പറയുന്ന കാര്യത്തിൽ ഞങ്ങൾ ഡിഫൻസിലല്ല, ഞങ്ങൾ ഒഫൻസിലാണ്. ഇനി ഈ നാട്ടിൽ എന്നാ ചെയ്യാൻ ബാക്കിയുള്ളത്? ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ ചെന്നാൽ, അവിടെ വാർഡിൽ ചെന്നാൽ നാട്ടുകാരോട് ചോദിക്കുന്നത് ഇവിടെ ഇനി എന്ത് ചെയ്യാൻ ബാക്കിയുണ്ട്? ബാക്കിയുള്ളത് ഞങ്ങൾ ചെയ്തു തരാം. ഇതുവരെ എന്തെല്ലാം ഇവിടെ ചെയ്തു? നിങ്ങളുടെ സ്കൂൾ എത്ര നന്നാകാൻ ബാക്കി? ഇല്ല. നിങ്ങളുടെ ആശുപത്രികൾ എത്ര എണ്ണം നന്നാകാൻ ബാക്കി? ഇല്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകൾ ബാക്കി ഇല്ല. അൻവർ രാജിവെച്ച ശേഷം 600 കോടി രൂപയാണ് ഈ മണ്ഡലത്തിന് കിട്ടിയത്. ഇതൊക്കെ നാട്ടിൽ പറയുമ്പോൾ എന്തൊരു ആത്മവിശ്വാസമാണ്. 2000 കോടിയിലേറെ വികസനം നടന്ന സ്ഥലത്ത് ആളുകൾ വോട്ട് ചെയ്യുന്ന സർക്കാരിന് അനുകൂലമായിട്ടല്ലാണ്ട് പിന്നെ ആർക്ക് അനുകൂലമായിട്ടാണ്? ശരി, അതാണ് ആത്മവിശ്വാസം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് സർക്കാരിനുള്ള മാർക്കായി, സർക്കാരിനെതിരെയുള്ള സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലായിട്ട് കാണും. ഒരു കാര്യം കൂടെ, ഈ മണ്ഡലത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഏറ്റവും ന്യൂനപക്ഷമാണ് ഇവിടുത്തെ വർഗീയ ശക്തികൾ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വർഗീയ ശക്തികൾ ന്യൂനപക്ഷമാണ്. പ്രത്യേകിച്ചും പാലക്കാടുമായുള്ള വ്യത്യാസം, പാലക്കാട് BJP 2ാം സ്ഥാനത്തായിരുന്നു. BJP മാത്രമേ ഉള്ളൂ വർഗീയ ശക്തി? അല്ല, പറയട്ടെ, ആ സാഹചര്യത്തിൽ എന്ത് വേണം? ഇസ്ലാമിക മതന്യൂനപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരെല്ലാം BJP ഇതാ ജയിക്കാൻ പോകുന്നു, ജയിക്കാതിരിക്കാൻ കോൺഗ്രസിന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിരുന്നൊരു കാലമായിരുന്നു അത്. അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? BJP ഒരാളെ ചാക്കിലാക്കി, ഇപ്പൊ ഇവിടെ പേര് പറഞ്ഞൊരു വ്യക്തി അല്ലെങ്കിൽ പേര് പറയാത്ത ഒരാളെ ചാക്കിലാക്കി കുറെ BJPയുടെ വോട്ടും മറ്റ് ന്യൂനപക്ഷ വർഗീയ ശക്തികളുടെ വോട്ടും കൂടെ സമാഹരിച്ചുകൊണ്ടാണ് UDF പാലക്കാട് ജയിച്ചത്. നിലമ്പൂരിലെ പേടി ആർക്കും വേണ്ട. ഇവിടുത്തെ സെക്കുലർ വോട്ട് ആർക്കായിരിക്കും? ഒരു വർഗീയ ശക്തിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, പക്ഷെ സെക്കുലർ വോട്ട് ഞങ്ങൾക്ക് വേണം. മതവിശ്വാസികളുടെ വോട്ട് വേണം, മതരാഷ്ട്രീയക്കാരുടെ വോട്ട് വേണ്ട. ഇതാണ് നിലപാട്. ഈ നിലപാടെടുക്കാൻ തന്റെ ഇടവും മാർജ്ജവും കോൺഗ്രസിനുണ്ടോ? നിലമ്പൂർ മതരാഷ്ട്രീയക്കാരുടെ വോട്ട് വേണ്ട ഞങ്ങൾ പറയുന്നു. അല്ല, അതിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. അല്ല, ശ്രീ അനിൽകുമാർ മിനിയാന്ന് TM സിദ്ദിഖ്, മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പ്രസംഗിച്ചത് നിലമ്പൂരിന്റെ ശബ്ദം ഉയർന്നു കേൾക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ മനുഷ്യരുടെയും പിന്തുണ വേണം. കോൺഗ്രസ് എന്നോ ലീഗ് എന്നോ BJP എന്നോ SDPI എന്നോ ജമാഅത്തെ ഇസ്ലാമി എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പിന്തുണ, എല്ലാ മനുഷ്യരുടെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അല്ല, ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പ്രസംഗത്തിലെ ആലങ്കാരികമായ നാക്കുപിഴയല്ല ഒരു രാഷ്ട്രീയ നിലപാട്. നാക്കുപിഴയായിരുന്നു. വർഗീയവാദി അല്ല, പറയാ ഒരു വർഗീയവാദി ഒരു കാരണവശാലും മാനവികതയുള്ള ആളല്ല, അത് മനുഷ്യനുമല്ല. ഗുജറാത്തില് നമ്മൾ കണ്ടില്ലേ വർഗീയ കലാപം? നിങ്ങൾ ബാബു ബജറംഗിയെ മനുഷ്യനായിട്ടാ കാണുന്നത്? നിങ്ങൾ മുന്നേ മനുഷ്യനായിട്ടാ കാണുന്നത്? അതിനേക്കാൾ കെട്ട വർഗീയതയായിട്ട് നടക്കുന്ന ആളുകൾ എല്ലാവരും ഉണ്ട്. ഒരാളും മതരാഷ്ട്രീയക്കാരെ ഞങ്ങൾക്ക് വേണ്ട, ഇതാ ഞങ്ങളുടെ നിലപാട്. അത് കോൺഗ്രസ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞു കേൾക്കട്ടെ, നമുക്ക് നോക്കാം.
കോൺഗ്രസ് പറയുകയാണ് മതരാഷ്ട്രീയത്തിന്റെ വോട്ട് വേണ്ട. ഞങ്ങൾ മതരാഷ്ട്രീയത്തിനെതിരാണ്, മതവിശ്വാസികൾക്കൊപ്പമാണ്, മതരാഷ്ട്രീയത്തിനെതിരാണ്. ഇതാണ് നിലപാട്. ശരി, ഓക്കെ, നമുക്ക് അത് എലോബറേറ്റ് ചെയ്യാം. ഇപ്പോ നമ്മുടെ പക്ഷേ ഹംസ പറക്കാട്ട് കൂടിയുണ്ട്, തൃണമൂൽ കോൺഗ്രസ്. പക്ഷേ ഹംസ, ഇന്ന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടായിരിക്കില്ല പി വി അൻവർ മത്സരിക്കുക, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നം ഉണ്ടാവുകയുമില്ല. ഒരു സ്വതന്ത്രനായ അൻവർ വരുന്നു, തൃണമൂലിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു, അത് വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ മത്സരം കടുക്കുമ്പോൾ ഇതൊരു ദ്വന്ദ്വ യുദ്ധത്തിലേക്ക് മാറില്ലേ? അൻവർ കുറേ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചു, ശരി തന്നെ. പക്ഷെ അതൊക്കെ ഇനി ചർച്ചയായതാൽ പോലും ജനങ്ങൾ LDF ഓ UDF ഓ എന്നൊരു തീരുമാനത്തിന് അപ്പുറത്തേക്ക് പോകുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മത്സരിക്കാനുള്ള തീരുമാനം വഴി കൂടുതൽ സൈഡ് ലൈൻ ചെയ്യപ്പെടാനല്ലേ, അൻവർ കൂടുതൽ സൈഡ് ലൈൻ ചെയ്യപ്പെടാനല്ലേ സാധ്യത? നിലമ്പൂർ മത്സരിക്കാൻ PV അൻവർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല. അദ്ദേഹം അന്ന് രാജിവെച്ചപ്പോൾ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്, ഞാൻ മത്സരത്തിനില്ല, UDFന് പിന്തുണ അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. UDF നേതൃത്വം അദ്ദേഹത്തോട് കാണിച്ച, അദ്ദേഹത്തെ അതിൻ്റെ അകത്ത് UDFൻ്റെ അകത്ത് കയറ്റിയില്ലാനും എന്ന ചവിട്ടി പുറത്താക്കുകയും ചെയ്തില്ല. UDF നേതൃത്വം ഇലക്ഷത്തിൻ്റെ അവസാന നിമിഷം വരെ അദ്ദേഹത്തെ ഇട്ട് കളിപ്പിക്കുകയും അദ്ദേഹത്തോട് പറഞ്ഞ ധാരണകൾ ലംഘിക്കുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായത്. മത്സരിക്കുന്നില്ല എന്ന് പോലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിൽ വിശ്വാസമുള്ള, അദ്ദേഹം 9 വർഷം പ്രതിദാനം ചെയ്ത നിലമ്പൂർ മണ്ഡലത്തിലെ പ്രവർത്തകർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, പ്രിയപ്പെട്ട അൻവർക്ക് നിങ്ങൾ മത്സരിക്കണം, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് സാമ്പത്തികമായും ശാരീരികമായും ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് നിങ്ങളെ ഞങ്ങൾ വിജയിപ്പിക്കുമെന്ന പ്രവർത്തകരുടെ ഒറ്റ വികാരത്തിന്റെ പുറത്താണ് അദ്ദേഹം സാഹചര്യം. ഇവിടെ ഇപ്പോ ഉയർന്ന ഒരു വിഷയം, ഇപ്പോ സന്ദീപ് വാര്യർ ഒരിക്കലും അദ്ദേഹം മത്സരിക്കേണ്ട താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ കോൺഗ്രസ് അകത്ത് കയറ്റാത്തതിന്റെ പ്രശ്നം അല്ല. ഞാൻ അങ്ങയുടെ തന്നെയാണ് അവസരം. അൻവർ പിടിക്കുന്ന വോട്ട് ആരുടെ വോട്ടായിരിക്കും? LDFന്റെ വോട്ടായിരിക്കുമോ UDFന്റെ വോട്ടായിരിക്കുമോ? LDF റിബൽ ആണെങ്കിൽ LDFന്റെ വോട്ടാണ് പിടിക്കാൻ സാധ്യത. ശരിക്കും ഇപ്പൊ പോരാട്ടം ആര് എന്നെ കൊണ്ട് അനുഭവിക്കണമെന്നാണ് അൻവറിന്റെ മനസ്സിലിരിപ്പ്? UDF ആണോ LDF ആണോ? പിണറായി വിജയനാണോ VD സതീശനാണോ? അൻവർ എന്തിനാണ് രാജിവെച്ചത്? അൻവർ എന്ത് വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് രാജിവെച്ചത്? ആ വിഷയം തന്നെയാണ് അൻവർ നിലമ്പൂരിലെ ജനങ്ങളോടും ഈ കേരളത്തിലെ ജനങ്ങളോടും ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്ക്, അൻവർ രാജിവെച്ച അന്ന് മുതൽ ഈ സമയം വരെ കേരളത്തിലെ ജനങ്ങളും നിലമ്പൂരിലെ ജനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നത് PV അൻവറല്ലേ? എന്തുകൊണ്ട്? PV അൻവർ ഇത്ര കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ ഏത് രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടുണ്ട്? ഒരു ദുർഭരണത്തെക്കുറിച്ച് ഇത്ര കണിശമായി, ഇത്ര സ്പെസിഫിക് ആയിട്ട് വിശദീകരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് ആരുണ്ട്? അദ്ദേഹം A മുതൽ Z വരെ ഈ പ്രദേശത്തെ, ഈ രാജ്യത്തെ, ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇത്ര സ്പെസിഫിക് ആയിട്ട് വിശദീകരിച്ച് ഈ ജനങ്ങളോട് പറഞ്ഞ് ആ ഒരു അംഗീകാരത്തിന് വേണ്ടി തന്നെയാണ് PV അൻവർ മത്സരിക്കുന്നത്. അദ്ദേഹം മത്സരിക്കുന്നത് 2 മുന്നണിക്കും ഭീഷണിയാണ്, യാതൊരു സംശയവും വേണ്ട. അത് LDF റിബൽ എന്ന് ഇവിടെ ആരോ പറഞ്ഞു. എങ്ങനെ LDF റിബലാവുന്ന? അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങൾ ഈ നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കും. അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന പറഞ്ഞ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്ന ജനങ്ങളെ നമ്മൾ കണ്ടതാണ്. ആ ജനങ്ങളുടെ എല്ലാം ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDFന്റെ ആയാലും UDFന്റെ ആയാലും വോട്ട് സംഹരിച്ച് വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുള്ള തെളിവാണ് അതിനെ നിലമ്പൂർ സോണിയാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. മത്സരിക്കുന്ന നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുമല്ലോ. മത്സരം പിണറായിസത്തിനെതിരെയാണോ സതീശനിസത്തിനെതിരെയാണോ? അതൊന്ന് വ്യക്തമാക്കാമോ? ഒരിക്കലും സതീശ അല്ല, മത്സരം പിണറായിസത്തിനെതിരെ തന്നെയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അദ്ദേഹം രാജിവെച്ചപ്പോൾ എന്ത് കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്? ഈ പിണറായിസത്തിനെതിരെ, ഈ വർഗീയ ശക്തികൾക്കെതിരെ, ഈ രാജ്യത്തെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എതിരെ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ, ഈ പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ പോലീസ് എടുക്കുന്ന കേസുകൾക്കെതിരെ അദ്ദേഹം ഉയർത്തിയ അതേ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഒന്നാമത്തെ അജണ്ട പിണറായിസത്തിന് തന്നെയാണ്. പിണറായിസത്തെ താഴെ ഇറക്കുക എന്നുള്ളത് തന്നെയാണ് PV അൻവറിന്റെ അജണ്ട. സ്വാഭാവികമായി VD സതീശനെതിരെ UDF നേതൃത്വവുമായി ഉണ്ടായ ചർച്ചയിലുണ്ടായ ചില പ്രയാസങ്ങളെ കുറിച്ച് അദ്ദേഹം VD സതീശനെതിരെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ മത്സരം
ഈ പിണറായി ഗവൺമെന്റിനെ താഴെറുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഈ നിലമ്പൂരിലെ ജനങ്ങൾ അതിനുവേണ്ടി PV അൻവറിനെ വിജയിപ്പിക്കും. എന്നാൽ മാത്രമാണ് PV അൻവർ പറഞ്ഞ പിണറായിസം ഇവിടെ ഉണ്ട് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുള്ളൂ. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് PV അൻവർ പറഞ്ഞ ഈ പിണറായിസം പരാജയപ്പെടുത്തണമെങ്കിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും UDF-ന്റെയും CPM-ൽ അസംതൃപ്തരായ ഈ പിണറായി എംഗത്തിനെതിരെ പൊരുതുന്ന ഒരുപിടി CPM ആളുകളുണ്ട്. ഞാനിപ്പോൾ ഒരാഴ്ചയായി നിലമ്പൂർ മണ്ഡലത്തുണ്ട്. അദ്ദേഹം കടന്നു പോകുന്ന വഴിയോരങ്ങളിൽ അദ്ദേഹത്തിന്റെ കൈപിടിച്ച് പറയുന്നത് CPM-ന്റെ പ്രവർത്തനം ഞാൻ കണ്ടിട്ടുണ്ട്. അൻവർക്ക, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, നിങ്ങൾ മത്സരിക്കണം എന്ന് പറയുന്ന എത്ര CPM പ്രവർത്തകരുണ്ട്. ഇന്നലെ ചന്തക്കുന്നിൽ നിന്ന് ജാഥ ആരംഭിക്കുമ്പോൾ അവിടെ തൊട്ടടുത്ത് CI2-ന്റെ ഓഫീസിൽ സ്വരാജിന്റെ ബോർഡ് ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആ പ്രദേശത്ത് നിന്ന് ആളുകൾ പറയാണ് ഞങ്ങൾ അൻവർക്കയുടെ കൂടെയാണ്, അൻവർക്ക മത്സരിക്കണമെന്ന്. ഒരു കാര്യം തീർച്ചയാണ്, PV അൻവർ പറഞ്ഞ ഈ കാര്യത്തിന് നിലമ്പൂരിലെ ജനങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും, അദ്ദേഹത്തെ വിജയിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, ഓക്കെ. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ ഈ ചർച്ചയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഹംസ പാറക്കാട്ട് വ്യക്തമാക്കിയ ഒരു കാര്യം, ഞങ്ങൾ മത്സരിക്കുന്നത് പിണറായിസത്തിനെതിരെയാണ്. അതായത് സംസ്ഥാന സർക്കാരിനെതിരെ അഭിപ്രായമുള്ള ആളുകൾ, ഈ സർക്കാരിന് വിരുദ്ധാഭിപ്രായമുള്ള ആളുകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം. പിണറായി വിജയനെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന CPM-നെ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ PV അൻവർ MLA ആവണം, PV അൻവറിന്റെ പട്ടികയിൽ വോട്ട് വീഴണം. ഈ ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അല്ല, ഒന്നും സംഭവിക്കാനില്ല. കഴിഞ്ഞ 9 വർഷക്കാലമായി ഈ പിണറായി തെറ്റായ നയങ്ങൾക്കെതിരായി, ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ കുന്തമുന അത് UDF ആണ്. തീർച്ചയായിട്ടും പിണറായി സർക്കാരിൻ്റെ ഈ ജനവിരുദ്ധ നയങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുന്നത് UDF-ന് മാത്രമാണ്. മറുവശത്തുള്ളൊക്കെ അവകാശവാദങ്ങളല്ലേ. 9 വർഷക്കാലം 9.5 വർഷക്കാലം പിണറായി വിജയൻ്റെ അച്ഛനെ പോലെയാണ് എന്ന് പറഞ്ഞ് നടന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇന്ന് മുതൽ ഞാൻ പിണറായി വിജയനെതിരാണ് എന്ന് പ്രഖ്യാപിച്ചാൽ ജനങ്ങൾ വിശ്വസിക്കണ്ടേ? അതവിടെ നിൽക്കട്ടെ. ഞങ്ങൾ ആ ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ കാര്യമായി പരിഗണിക്കുന്നതേയില്ല. അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ അവകാശമുണ്ട്, അദ്ദേഹത്തിന് ജനങ്ങൾക്കിടയിൽ പോകാൻ അവകാശമുണ്ട്. അത് ജനാധിപത്യ അവകാശമാണ്, അതിനൊന്നും നിഷേധിക്കുന്നില്ല. ഇവിടെ പോരാട്ടം എന്ന് പറയുന്നത് വളരെ UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. അതിലപ്പുറമുള്ള അലങ്കാരമൊന്നും ഈ പോരാട്ടത്തിന് ആരും ചമച്ചു കൊടുക്കേണ്ടതില്ല. അങ്ങനെ ആക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള മാനം കളയാനും ഇതിനപ്പുറം രാഷ്ട്രീയ മാനത്തിലപ്പുറം ഇതിൽ മറ്റ് തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു എന്ന് സമർത്ഥിക്കാനും വേണ്ടി LDF-നെതിരായി വരുന്ന ആരോപണങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി, LDF-നെതിരായിട്ട് വരുന്ന ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നുണ്ട്. അതിൽ ചില മാധ്യമങ്ങൾക്കും അക്കാര്യത്തിൽ പങ്കുണ്ട്. ഞങ്ങൾക്ക് അതിൽ ചില പ്രയാസങ്ങളുണ്ട്. അത് ഞങ്ങൾ തുറന്നു പറയുകയാണ്. ഇവിടെ നിലമ്പൂർ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? നിലമ്പൂർ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ നിലമ്പൂരിൻ്റെതായിട്ടുള്ള സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്, വികസന പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ 9 വർഷക്കാലം ഇവിടെ MLA ആയിരുന്ന ആൾ ഉത്തരവാദിയാണ്. ആ 9 വർഷം അദ്ദേഹം LDF-ന്റെ MLA ആയിരുന്നു. LDF സർക്കാർ ഉത്തരവാദിയാണ്. വനമേഖലയിലെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി 9 വർഷക്കാലം MLA എന്താ ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത്? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതെല്ലാം വിചാരണ ചെയ്യപ്പെടും. ഇവിടുത്തെ വികസന പ്രശ്നങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ആര്യാട മുഹമ്മദ് മന്ത്രിയായിരുന്ന കാലത്ത് അനുവദിക്കപ്പെട്ട കോളേജിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. ഇവിടെ ബൈപ്പാസ് എന്ന് പറയുന്ന ആര്യാട മുഹമ്മദ് കാലത്ത് അനുവദിക്കപ്പെട്ട ബൈപ്പാസ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, സങ്കീർണമായിട്ടുള്ള പ്രയാസങ്ങൾ നിലമ്പൂരിലുണ്ട്. ഞങ്ങൾ അതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ CPM പറയുന്നത് പോലെ രാഷ്ട്രീയം പറയാതെ, അതല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ നേട്ടമുണ്ടാക്കാമെന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നിലമ്പൂരിന്റെ ഓരോ തെരുവുകളിലും ഞങ്ങൾ ഈ ഇടത് സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, പിണറായി സർക്കാരിന്റെ BJP അനുകൂല നിലപാടുകൾ, RSS അനുകൂല നിലപാടുകൾ ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയരാഘവൻ പറഞ്ഞത് എന്താ? നിലമ്പൂരിലെ ജനങ്ങൾ കൊടുത്തത് 60,000-ലധികം ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തത്. ആ ഭൂരിപക്ഷത്തിന് പുറകിൽ ആ വോട്ട് ചെയ്തവരൊക്കെ വർഗീയവാദികളാണെന്ന് പറഞ്ഞ വിജയരാഘവന്റെ പ്രസ്താവന പിൻവലിച്ചിട്ടുണ്ടോ? നിലമ്പൂരുകാർ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? വിജയരാഘവൻ ഈ നിമിഷം വരെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് പുറകിലുള്ളത് വർഗീയവാദികളാണെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവന പിൻവലിച്ചിട്ടില്ലല്ലോ. ഇവിടെ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിരാവിലെ വ്യായാമം ചെയ്യാൻ പോകുന്ന ആളുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുണ്ട് എന്ന് കരുതിയിട്ട് അവരൊക്കെ തീവ്രവാദികളാണ്, അത് തീവ്രവാദ പരിശീലനമാണ് എന്നും പറഞ്ഞ CPM-ന്റെ നിലപാട് അവർ പിൻവലിച്ചിട്ടുണ്ടോ?
അപ്പൊ ആളുകളെ മുഴുവൻ തീവ്രവാദികളാക്കാനും വർഗീയവാദികളാക്കാനും സമൂഹത്തിൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാനും വേണ്ടി CPM കേരളത്തിൽ RSSനേക്കാൾ വലിയ RSS ആയിട്ട് പണി നടത്തുന്നു. തൃശ്ശൂരിൽ BJPയെ വിജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിലുടനീളം CPMഉം BJPയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള അന്തർധാര ഇന്ന് പൊതുസമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള ചർച്ചയാണ്. അത് തീർച്ചയായിട്ടും നിലമ്പൂരിലും സ്വാധീനിക്കും. അപ്പൊ CPMഉം RSSഉം തമ്മിൽ എന്തൊരു സ്നേഹമാണ് ഇപ്പൊ ദേശീയപാത തകർന്ന സമയത്ത് മലപ്പുറം ജില്ലയിലാണ് ഇവിടെ കൂരിയാട് ദേശീയപാത തകർന്നത്. ആ സമയത്ത് രണ്ട് കൂട്ടരെയും ഭാഷ ഒരുപോലെയല്ലേ? ഇപ്പൊ രണ്ട് കൂട്ടർക്കും ഇതിൽ പങ്കാളിത്തല്ലേ? നേരത്തെ ഈ ദേശീയപാതയ്ക്ക് രണ്ട് അച്ഛന്മാരായിരുന്നു, ഇപ്പൊ രണ്ട് കൂട്ടർക്കും ഇതിൽ പങ്കാളിത്തല്ല പോലെയാണ് പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് ആ മുതൽ ക്ഷ വരെ നടത്തിയിട്ടുള്ളത് ദേശീയപാത വികസന അതോറിറ്റിയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. മറുവശത്ത് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്താൻ BJPയും തയ്യാറല്ല. ഇവർ തമ്മിൽ ഇപ്പൊ എന്തൊരു ചേർച്ചയാണ്. ഇവരുടെ ശബ്ദത്തിന് പോലും എന്തൊരു സാമ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അഭിലാഷ് ഇപ്പൊ പറയുന്നത് കേട്ടില്ലേ, ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്ന് പറയുന്നതിൽ അത് പിന്നെ അൻവറിന്റെ അല്ലെങ്കിൽ CPMനും അതല്ലെങ്കിൽ BJPക്കും ഒരേ ഭാഷയാണുള്ളത്. ഇവിടെ LDFനകത്ത് ഒരു റിബൽ ശബ്ദമുണ്ടായി, LDFനകത്ത് പ്രശ്നങ്ങളുണ്ടായി, പിണറായി വിജയൻ സർക്കാരിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായി, ഒരാൾ പുറത്തു വന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉണ്ടായതാണ്. അപ്പൊ ആ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക്, നിലമ്പൂരിലെ ജനങ്ങൾക്ക് പിണറായി വിജയന്റെ ദുർഭരണത്തിനെതിരായ പ്രതിഷേധം പ്രകടിപ്പിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ഈ രാജ്യത്ത് ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ BJPക്ക് ഈ തരത്തിൽ തെരഞ്ഞെടുപ്പുകളുള്ള പ്രതിപക്ഷ വിലയിരുത്തൽ കൂടി ഉണ്ടാവുമെന്ന കാര്യം അംഗീകരിച്ചുകൊണ്ടാണോ ഇത് പറയുന്നത്? താങ്കളുടെ തന്നെ അവസരമാണ്. ഞാൻ പറയുന്നതാണ്, ഞങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തെരുവിൽ വിചാരണ ചെയ്യാൻ കിട്ടിയ അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. മറുവശത്ത് BJP തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ സാധ്യതയില്ല, ഞങ്ങൾ പരാജയപ്പെടും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പുറത്തു വന്നിരുന്നത്. സാധാരണയിൽ ഒരു പാർട്ടിയുടെ ഒരു നേതാവും പറയാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ വ്യാപകമായിട്ട് വിമർശനം പാർട്ടിക്കകത്തുനിന്ന് മുന്നണിക്കകത്തുനിന്നുണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അവർ സഖ്യകക്ഷിയായിട്ടുള്ള BDS തുറന്നു പറഞ്ഞു, ഞങ്ങളെ മത്സരിക്കാൻ നിർബന്ധിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ചില സഖ്യകക്ഷികൾ പറഞ്ഞു ഞങ്ങളോട് ചോദിക്കാതെയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്ന് പറഞ്ഞ് NDAക്ക് അകത്തെ സഖ്യകക്ഷി തന്നെ പോയിട്ട് നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്, ഞാൻ അവർക്ക് ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊക്കെ ആ മുന്നണിയുടെ താല്പര്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്നലെ ഏതെങ്കിലും വിഭാഗത്തിന്റെ ഭാഗമായിട്ട് ആ പക്ഷത്തിന് വേണ്ടി സംസാരിച്ച ശേഷം പിറ്റേന്ന് പോയി പിന്നെ അതല്ലെങ്കിൽ വേറൊരു പാർട്ടിയിൽ ചേർന്നതിനോ വേറൊരു നിലപാട് സ്വീകരിക്കുന്നത് പോലെയല്ല. രാവിലെ ഒരു പാർട്ടിയുടെ ഭാഗമായിരുന്ന ഒരാളെ ആ പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിക്കാതെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നത്. നോക്കൂ, ഇവിടെ RSSന്റെ ബൗദ്ധിക ആചാര്യനായിരുന്ന അല്ലെങ്കിൽ അഖില ഭാരതീയ ബൗദ്ധിക് പ്രമുഖായിരുന്ന R ഹരിയെ ആക്ഷേപിക്കുകയും അങ്ങേയറ്റം ആക്ഷേപിക്കുകയും അദ്ദേഹത്തെ ഒരു ക്രൈസ്തവ പുരോഹിതനുമായി ചേർത്ത് ആ പക്ഷമാണെന്ന് പറയുകയും ചെയ്ത ആളുകൾ ഒരു സുപ്രഭാതത്തിൽ RSSന്റെ വക്താക്കളായി മാധ്യമങ്ങളിൽ വന്നിരുന്നത് പോലെ അല്ല ഇത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യമാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഈ നിലമ്പൂരിന്റെ ഒരു പാരമ്പര്യമുണ്ട്. നിലമ്പൂരിലെ ഞാൻ നേരത്തെ പ്രവർത്തിച്ചിരുന്ന പാർട്ടി എന്നുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയാം. വളരെ ആഴത്തിലുള്ള സംഘപരിവാറിന്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. അപ്പൊ ആ പ്രദേശത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്ത് കൊണ്ടുവരേണ്ട ഗതികേട്ടിലേക്ക് BJP എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ CPMുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇവിടെ വിലപ്പോകാൻ പോകുന്നില്ല. അവിടെ കൃത്യമായിട്ടുള്ള മത്സരം LDF-UDF പോരാട്ടമാണ്. ആ LDF-UDF പോരാട്ടത്തിൽ അജയ്യമായിട്ടുള്ള വിജയം, അത്യുജ്വലമായിട്ടുള്ള വിജയം ആര്യട ഷൗക്കത്തിനുണ്ടാവും. ശരി, ഞാൻ ഇടവേളയിലേക്ക് പോകുന്നതിന് ഒറ്റ ചോദ്യം കൂടി ആ കാര്യത്തിൽ. അതൊരു തുടർച്ചയായിട്ടാണ് ശ്രീ സന്ദീപ് വരശ്ശേരി. ഇത് ഭരണം വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പാണ്. താങ്കൾ പറഞ്ഞതുപോലെ LDF മുന്നണിക്കകത്തു നിന്ന് ഒരാൾ പുറത്തു വന്ന ആ സർക്കാരിനെ പുലഭ്യം പറഞ്ഞു, ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിന്റെ ബേസിസിൽ നടക്കാൻ പോകുന്ന സിറ്റിംഗ് MLA ആയി രാജിവെച്ച ആൾ തന്നെ ഒരു വശത്ത് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ജയിക്കേണ്ടതാണ്, പ്രതിപക്ഷത്തിനൊരു കേക്ക് വാക്ക് ആകേണ്ടതാണ്. എങ്ങാനും ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ പിണറായി വിജയൻ 3.0ക്ക് ചുവപ്പ് പരവതാനി വിരിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ സാഷ്ടാംഗം പറയുന്നു പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തോറ്റാൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനാണ്. അഭിലാഷ്, നമ്മൾ എത്രയോ ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ എത്രയോ കാലം മുമ്പ് അഭിലാഷിനോട് പറയുന്നൊരു കാര്യമാണ്, ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനെ കുറിച്ച് ഒരു തരത്തിലുള്ള മറുപടി ഞാൻ പറയില്ല എന്നുള്ളത്. അത് രാഷ്ട്രീയമായിട്ട് ശരികേടാണ്. രണ്ടാമത്തെ കാര്യം പറയാം, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അത്യുജ്വലമായ വിജയം നേടാൻ പോവുകയാണ്. നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കേണ്ട. അഭിലാഷിന് ആഗ്രഹം ഉണ്ടാകാം, ഒന്ന് സ്വരാജ് ജയിച്ച് കണ്ടിരുന്നെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാകാം, പക്ഷെ അതൊന്നും നിലമ്പൂരിൽ നടപ്പാകാൻ പോകുന്നില്ല. നിങ്ങൾ പാലക്കാട് സരിന് വേണ്ടി അത്യധ്വാനം ചെയ്തതുപോലെ പുതുപ്പള്ളിയിലും അതുപോലെ തൃക്കാക്കരയിലും ഒക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ അത്യധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ വെറുതെ വള്ളം കോരുകയാണ്. ഉജ്ജ്വലമായ വിജയം സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചതേ ഉള്ളൂ. അത് അപ്പുറത്തെ കൂട്ടരോട് വേണ്ട, വെറുതെ കഷ്ടപ്പെടണ്ട.
എന്തായാലും നിങ്ങൾക്കെന്താ തോറ്റൂടെ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇലക്ഷന്റെ റിസൾട്ട് വരട്ടെ. ഞാനിപ്പോൾ ആർക്ക് വേണ്ടിയിട്ട് അധ്വാനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടു കൂട്ടരും ജനാധിപത്യമല്ലേ, രണ്ടു കൂട്ടരല്ല 4 കൂട്ടർ. ആർക്കാണോ ജനങ്ങളുടെ വോട്ട് കിട്ടുക മാത്രം നടത്തുന്ന പോരാട്ടമാണ്. ഓക്കെ, ജയിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. എനിക്കൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വേണം. ശ്രീ ശങ്കുട്ടി ദാസ്, ഇപ്പോൾ ഇവിടെ BJP സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത് തന്നെ വേറൊരു ഉദ്ദേശത്തിലാണ് എന്നിപ്പോൾ കോൺഗ്രസ് വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് BJPക്ക് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഒരാളെ കിട്ടാത്തത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർത്തുകയും ചെയ്യും. ഇവിടെ നമ്മൾ കാണേണ്ടത് താമര ചിഹ്നത്തിൽ കെ സുരേന്ദ്രൻ കേരളത്തിലെ സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണല്ലോ. അദ്ദേഹം മത്സരിച്ചപ്പോൾ താമര ചിഹ്നത്തിൽ 17,000-ൽ പരം വോട്ട് പോൾ ചെയ്ത ഒരു മണ്ഡലത്തിൽ, നിങ്ങളിതൊരു ഉപതെരഞ്ഞെടുപ്പാണല്ലോ, ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സകല സംവിധാനങ്ങളും ഒരേ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ആ 17,000 നിലനിർത്തി അതിന് മുകളിൽ പോവുക. ഇനിയിപ്പോൾ ഓക്കെ, ഒരു പ്രത്യേക സാഹചര്യം വന്നു എന്ന് കരുതുക. അപ്പോഴും 2014 കിട്ടിയ 12,000-ന് താഴെ പോവാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റാണല്ലോ. 12,000-ന് താഴെയാണ് ഈ വോട്ട് എങ്കിൽ, രാജീവ് ചന്ദ്രശേഖരൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി വന്നതിന് ശേഷം നടന്ന ആദ്യ പരീക്ഷണമാണ്. അപ്പോൾ ഈ അധ്യക്ഷ പരീക്ഷണം തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. 12,000+ ഇല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിന് തന്നെ ഒരു ചോദ്യം ചിഹ്നം വരും എന്ന് ഞാൻ പറഞ്ഞാലോ? ഞാനതിനോട് യോജിക്കില്ല. തെരഞ്ഞെടുപ്പിൽ ഫലം എങ്ങനെയാവും എന്ന് പ്രവചിക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. ഇപ്പൊ അങ്ങ് പറഞ്ഞു 2016-ൽ 12,000 വോട്ട് കിട്ടിയെന്ന് അങ്ങ് പറയുന്നു. എന്നാൽ 2021-ൽ അത്രയും വോട്ട് കിട്ടിയിട്ടില്ല. 2016-ൽ BDJSന്റെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീ ഗിരീഷ് മേക്കാട് മത്സരിച്ചപ്പോഴാണ് അവിടെ 12,464 വോട്ടുകൾ വന്നിട്ടുള്ളത്. എന്നാൽ അതിനടുത്ത തെരഞ്ഞെടുപ്പിൽ 2021-ൽ BJP സ്വന്തം ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന TK അശോക് കുമാറിനെ മത്സരിച്ചപ്പോൾ അവിടെ 8,500 വോട്ടുകളാണ് വന്നിട്ടുള്ളത്. വോട്ടുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ 17,500 വോട്ടുകൾ വന്നിട്ടുണ്ട്. എപ്പോഴാണ് വന്നത്? 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പൊതുതെരഞ്ഞെടുപ്പിലെ വിഷയങ്ങൾ വേറെയാണ്. ആളുകൾ വോട്ട് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ വേറെയാണ്. അവിടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി ആരാണെന്ന് തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പാണത്. അവിടെ അവര് എടുക്കുന്ന പ്രയോറിറ്റീസ് അല്ല ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആ പ്രയോറിറ്റികളല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ആൾക്കാർ ചെയ്യും. അവിടെയൊക്കെ വ്യത്യാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ 17,500 വോട്ടുകൾ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ കിട്ടി. അത് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചപ്പോൾ. ഉടനെ തന്നെ വന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ ശ്രീമതി നവ്യ ഹരിദാസ് മത്സരിച്ച സമയത്ത് 17,500 വോട്ടുകൾ ഉണ്ടായിരുന്നില്ല. അവിടെ കിട്ടിയിട്ടുള്ളത് ഏതാണ്ട് 13,200 വോട്ടുകളാണ്. അതായത് BJPയുടെ അവിടുത്തെ കേഡർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2011-ലെ തെരഞ്ഞെടുപ്പിൽ അവിടെ BJPക്ക് 4,500 വോട്ടുകളേ ഉള്ളൂ. ആ വോട്ടാണ് ഈ 2016-ലെ തെരഞ്ഞെടുപ്പായപ്പോൾ 12,600 ആയത്. അത് സ്വിംഗ് വോട്ടുകളാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ 2014-ൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തുടനീളം ഉണ്ടായിട്ടുള്ള സാഫ്രൺ സർജിൽ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിച്ച പോലെയാണ്. 2021-ൽ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കുറഞ്ഞ സമയത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ പ്രവചനാതീതതയാണ്. അതിനെ എങ്ങനെ നമുക്ക് പ്രവചിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണ കണ്ടുവരാറുള്ള പ്രവണത BJPക്ക് വോട്ട് കുറയാറുണ്ട്. കാരണം എന്താണ്? ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പൊതുതെരഞ്ഞെടുപ്പ് പോലെയല്ല. ഒരു മണ്ഡലത്തിലേക്ക് സംസ്ഥാനത്തിന്റെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സമയമാണ്. അവിടെ ആളുകൾ വളരെ ഉറ്റുനോക്കുന്നുണ്ട്. വളരെ വാശിയേറിയിട്ടുള്ള പോരാട്ടമാണ്. അങ്ങനെയുള്ള മത്സരങ്ങളിൽ മൂന്നാമതൊരാളെ പരീക്ഷിക്കാൻ ആൾക്കാർ ധൈര്യപ്പെടില്ല. 2-ൽ-1, കാരണം അവിടെ ഓരോ വോട്ടും നിർണായകമാണ്. ഇയാൾക്ക് കൊടുക്കാതിരിക്കുന്ന ഒരു വോട്ട് ചിലപ്പോൾ ഇയാളുടെ ജയത്തിൽ കലാശിച്ചേക്കുമോ എന്ന സംശയം ഉള്ളതുകൊണ്ട് മൂന്നാമതൊരാൾക്ക് വോട്ട് കൊടുക്കാറില്ല. ഇപ്പൊ ചേലക്കരയിൽ ഒഴിച്ച് കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളിൽ എവിടെയെങ്കിലും BJPക്ക് വോട്ട് വർദ്ധിച്ചായി കണ്ടിട്ടില്ല. എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് സാധ്യമായിട്ടുള്ള മുഴുവൻ വോട്ടുകളും സമാഹരിക്കാൻ ശങ്കുട്ടി ദാസ് പറഞ്ഞത് ശരിയായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. കാരണം ഒരു ബൈപോളാർ കോൺടെസ്റ്റിലേക്ക് ഇതുപോലെയുള്ള മത്സരങ്ങൾ മാറാനുള്ള സാധ്യത. അപ്പോൾ മൂന്നാമത്തെ ശക്തിക്ക് കുറച്ചധികം വോട്ടുകൾ സാധാരണ നിലയിൽ കിട്ടാമെങ്കിൽ പോലും അത് തന്നെ കിട്ടാതിരിക്കുന്ന അവസ്ഥ, വോട്ട് ഷെയർ കുറയുന്ന അവസ്ഥ, ഈ 2 ദ്വന്ദ്ങ്ങളിലേക്ക് വോട്ടുകൾ 2 ധ്രുവങ്ങളിലേക്ക് നീങ്ങിപ്പോകുന്ന അവസ്ഥ. അപ്പോൾ ഒറ്റ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം, നിലമ്പൂരിൽ നടക്കുന്നത് ഒരു ബൈപോളാർ കോൺടെസ്റ്റ് ആണ് എന്ന് അംഗീകരിക്കുന്നോ സത്യസന്ധമായി? ഉപതെരഞ്ഞെടുപ്പുകൾ സ്വതവേ ബൈപോളർ ആണ്. നിലമ്പൂരിൽ പക്ഷെ ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. നിലമ്പൂരിൽ അവിടുത്തെ സിറ്റിംഗ് MLA ഇപ്പൊ മറ്റൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. അവിടെ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. പക്ഷെ LDFിന്റെ ഒരു സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA മറ്റൊരു സ്ഥാനാർത്ഥിയാണ്. 2ാം സ്ഥാനത്ത് വന്ന പാർട്ടി വേറൊരു സ്ഥാനാർത്ഥിയാണ്. കേരളത്തിൽ കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ 19.72% വോട്ട് നേടിയിട്ടുള്ള ഒരു സീറ്റ് മേടിച്ചിട്ടുള്ള 13 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും 8 നിയമസഭാ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള പാർട്ടി അവിടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി തെരഞ്ഞെടുപ്പ് നേരിടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഒരു ബൈപോളാർ തെരഞ്ഞെടുപ്പാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മുടെ മുന്നിലുള്ള നിലവിലെ സാഹചര്യം വെച്ചുകൊണ്ട് അതൊരു ചതുഷ്കോണ മത്സരമാണ്. 4 പാർട്ടികൾ പങ്കെടുക്കുന്ന മത്സരമാണ്. ഇതിന്റെ സാഹചര്യങ്ങൾ ഇപ്പോഴും ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. നിങ്ങൾ ഈ ചർച്ചയിൽ പറയുന്നു
5-ാം തീയതിക്കുള്ളിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിന്റെ ശരിയായിട്ടുള്ള ചിത്രം പുറത്തു വരൂ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം PV അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല. PV അൻവറുമായിട്ട് ഒരു ചർച്ചയും ഇനി ഇല്ല എന്ന് VD സതീശൻ പറഞ്ഞതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടത്. ആ അധ്യായം അടഞ്ഞ അധ്യായമാണ്, വാതിലടഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അടൂർ പ്രകാശ്, UDF കൺവീനർ ആയിട്ടുള്ള അടൂർ പ്രകാശ് പറയുന്നത് ഈ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ടല്ലോ, പത്രിക പിൻവലിച്ചതിന് ശേഷം ആലോചിക്കാം എന്ന് പറഞ്ഞത്. അതായത് അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് PV അൻവറെ അനുരഞ്ജനത്തിലൂടെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നും ഒരുപക്ഷെ PV അൻവർ പത്രിക പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. ആ ശ്രമത്തിൽ UDF ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. LDF-നെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു ഘടകത്തെ PV അൻവർ എന്ന് പറയുന്ന ഒരു 3-ാം സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ അതിനെ കൊണ്ട് തടയാൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണമാണ്. ഇനി മറ്റൊരു കാര്യം, ഞാൻ ഒരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. നമുക്ക് BJP-യിലോ RSS-ലോ അങ്ങനെ വിമർശനാതീതരായിട്ടുള്ള നേതാക്കന്മാരും ഇല്ല. ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതിന്റെ പേരിലുള്ള തർക്കങ്ങളും പാർട്ടിക്കുള്ളിൽ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് ശബരിമലയിലെ ആചാരങ്ങളെ നിലനിർത്തണമെന്ന് വാദിച്ചിരുന്ന ഒരു പക്ഷവും ആചാരങ്ങളെ പരിഷ്കരിക്കണമെന്ന് വാദിച്ചിരുന്ന ഒരു പക്ഷവുമുണ്ട്. ഈ രണ്ട് പക്ഷങ്ങളും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പക്ഷങ്ങളെല്ലാം ഏറ്റവും മുതിർന്ന ആളുകളെ വിമർശിച്ചതിന് ശേഷവും ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ഈ പറയുന്ന വിമർശകരെ മുഴുവൻ വിളിച്ചിട്ട് സംഘവയസ് എത്രയാണെന്ന് ചോദിച്ചിരുന്ന, സംഘാദർശം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളുകൾ തങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ള കാര്യം പറഞ്ഞ് രാത്രിക്ക് രാത്രി വേറെ പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ പ്രസ്ഥാനത്തിനുള്ളിൽ ഉറച്ചു നിന്നിട്ട് അന്ന് വിമർശനം ഉന്നയിച്ച ആളുകൾ അതേ ആദർശത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. മരണം വരെയും ഒരു മറ്റൊരു പാർട്ടിയിലേക്കോ മറ്റൊരു സംഘത്തിലേക്കോ പോയില്ല എന്നുള്ള ഉറപ്പുണ്ട്. ആ ഉറപ്പിന്റെ പേരാണ് നിലപാട്. ആ നിലപാടെടുക്കാനുള്ള ആർജവത്തിന്റെ പേരാണ് ആദർശ ശുദ്ധി. അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. ശരി, എന്തായാലും RSSന്റെ സൈദ്ധാന്തികനായിരുന്ന രംഗഹരി ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണം എന്ന കാര്യത്തിൽ വളരെ ഉറച്ച നിലപാടുള്ള ആളായിരുന്നു എന്ന് ഞാനിപ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയായപ്പോൾ പ്രസ്തുത സന്ദർഭത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ശ്രീ VK സനോജ്, CPIM. ശ്രീ VK സനോജ്, എന്ത് പൊളിറ്റിക്സ് ആണ് നിലമ്പൂരിൽ എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ്. 5-ാം തീയതി കഴിഞ്ഞാലേ നമുക്ക് മത്സരചിത്രം പൂർണ്ണമാവുകയുള്ളൂ എങ്കിലും ഭരണവിരുദ്ധ വികാരം എന്നുള്ള വിഷയത്തിൽ ഒരുപക്ഷെ PV അൻവർ എന്നും UDF എന്നും BJP എന്നും 3 സ്റ്റേക്ക് ഹോൾഡേഴ്സ് വന്നേക്കാം. അപ്പോൾ അതിനപ്പുറത്ത് പല വിഷയങ്ങൾ, ആരുടെയൊക്കെ വോട്ട് വേണം വേണ്ട തുടങ്ങിയ ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്ത് പൊളിറ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് LDF വോട്ട് സമാഹരിക്കുക? ഞങ്ങളുടെ സർക്കാർ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു, ഞങ്ങളുടെ 3-ാം ഊഴത്തിന്റെ ഒരു തുടക്കം ഇവിടെ നിന്നാകട്ടെ എന്ന് പറഞ്ഞായിരിക്കുമോ? തീർച്ചയായിട്ടും കേരളത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനം, ആ വികസനം മുന്നോട്ട് നയിക്കാൻ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുണ്ട്. അത് ആ ശ്രമത്തിന് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ അംഗീകാരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള വെറും പാഴായി പ്രഖ്യാപനങ്ങളല്ല നടത്തിയത്. ഞങ്ങൾ ഒന്നാമത് ഗവൺമെന്റ് വന്ന സമയത്ത് 600 കാര്യങ്ങൾ ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപിച്ചത്. ആ 600 കാര്യങ്ങൾ ചെയ്ത് ആ കാര്യങ്ങൾ സംബന്ധിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും പ്രസിദ്ധീകരിച്ച് അങ്ങനെയാണ് ഒരു 2-ാം ഭരണത്തിലേക്ക് വന്നത്. അങ്ങനെ തുടർ ഭരണത്തിലേക്ക് വരുന്ന സന്ദർഭത്തിലും ഇടതുപക്ഷം 900 കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ കൂടി ജനങ്ങൾക്ക് മുമ്പിൽ മുന്നോട്ട് വെച്ചത്. ആ 900 കാര്യങ്ങളിൽ 900 കാര്യങ്ങൾ സംബന്ധിച്ച് ചെയ്തതും ഇനി ഒരു വർഷത്തിനിടയിൽ പൂർത്തീകരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുടെ പുരോഗതിയും വിലയിരുത്തിക്കൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കി ഈ 4-ാം മന്ത്രിസഭയുടെ വാർഷികത്തിൽ. ആ 4-ാം വാർഷികത്തിന്റെ സമയത്ത് 900 കാര്യങ്ങൾ കൂടാതെ 83 കാര്യങ്ങൾ വീണ്ടും, അങ്ങനെ 983 കാര്യങ്ങൾ ചെയ്ത് കാണിച്ച് അതിൽ വലിയ അംഗീകാരം ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഈ ഒരു വർഷത്തിനിടയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് വികസനത്തിന്റെ കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല, യാതൊരു ഭയവുമില്ല. ആ കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ശശി തരൂരിനെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് തന്നെ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള സ്റ്റാർട്ടപ്പ് മേഖലയിലെ മുന്നേറ്റം സംബന്ധിച്ച്, ഈ നാട് നേടിയിട്ടുള്ള മുന്നേറ്റം സംബന്ധിച്ച് ദേശീയ മാധ്യമത്തിൽ തന്നെ ലേഖനം എഴുതേണ്ടി വന്നല്ലോ. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കാണുന്ന അനുഭവമാണ്. അപ്പൊ ആളുകൾക്ക് ഇതെല്ലാം തൊട്ടറിയാൻ വേണ്ടി കഴിയുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെ ശരി തന്നെ. സനോജ്, ഞാൻ നേരത്തെ കോൺഗ്രസിനോട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിച്ചിരുന്നു, അതുപോലെ താങ്കളോടും ചോദിക്കുകയാണ്. ഇവിടെ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ടല്ലോ. ഭരണവിരുദ്ധ വികാരത്തെ 2ആയിട്ട് ഭിന്നിപ്പിക്കാൻ അൻവർ മത്സരിക്കുന്നു. അൻവറിന് കുറച്ചധികം വോട്ടുകൾ സമാഹരിക്കാനുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഭരണവിരുദ്ധ വികാരം 2ആയി സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു. നിർത്താവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ, പൊതുസമൂഹത്തിലും മതിപ്പുള്ള സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തുന്നു. അപ്പോൾ ജയിക്കേണ്ടതാണ്. ജയിച്ചില്ലെങ്കിലോ ഈ തെരഞ്ഞെടുപ്പിൽ M സ്വരാജ് തോൽക്കുകയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാരിന് ജനങ്ങൾ നെഗറ്റീവ് മാർക്ക് ഇട്ടിരിക്കുന്നു. ഇത് 3-ാം പിണറായി സർക്കാർ എന്ന മോഹത്തെ തല്ലിക്കെടുത്തുന്നതാണെന്ന് സമ്മതിക്കുമോ? ജയിക്കാതിരിക്കുന്ന പ്രശ്നമില്ല അഭിലാഷേ. ഇടതുപക്ഷം ഇവിടെ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷം വിജയിക്കും. മാത്രവുമല്ല, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സഖാവ് M സ്വരാജാണ്. M സ്വരാജിനുള്ള ജനകീയമായിട്ടുള്ള അംഗീകാരം കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിലെ ജനതയും കേരളവും ആകെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട്
ജയിക്കാതിരിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ആലോചനയിൽ പോലും ഇല്ലാത്ത ഒരു കാര്യമാണ്. അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വെറുതെ ഇവിടെ അഭിപ്രായം പറഞ്ഞ് സമയം കാണേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. ഞങ്ങൾ ജയിച്ചിരിക്കും. എം സ്വരാജിൽ കൂടി ഈ കേരളം മൂന്നാമതും ഇടതുപക്ഷത്തിന്റെ ഭരണം തുടരും എന്നതിന്റെ ഒരു വിജയ പ്രഖ്യാപന വിളംബരമായിട്ട് മാറും. ശരി, അതായത് രണ്ടു കൂട്ടരും ജയിക്കാൻ വേണ്ടി മാത്രമുള്ള മത്സരമായി കാണുന്ന മത്സരമാണ്. അതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും. തീപ്പൊരി പാറും അവസാനത്തെ ലാപ്പിൽ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. എല്ലാവരും ജയിക്കാൻ വേണ്ടി മത്സരിക്കട്ടെ. പക്ഷെ ഹംസ, ഇവിടെ BJP ചൂണ്ടിക്കാണിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. പലരുടെയും മനസ്സിലുണ്ട് കേട്ടോ അത്. അൻവർ അവസാന നിമിഷമാകുമ്പോൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയോ അതല്ലെങ്കിൽ ഇനി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിലും പ്രചരണത്തിന്റെ അവസാന ഘട്ടമാകുമ്പോൾ ഒന്ന് പതുങ്ങുകയും ചെയ്യുമോ എന്നുള്ളത്. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഭിന്നിച്ചാൽ അൻവർ ആരെയാണോ എതിർത്തിരുന്നത് അദ്ദേഹത്തിന്റെ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വിജയിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്നൊരു ടെൻഷൻ അൻവറിനും തോന്നാമല്ലോ. ഇനിയും ഇപ്പോൾ പലരും, ഇന്നലെ തന്നെ ഒരു MLA UDF-ന്റെ ഭാഗത്ത് നിന്ന് ഒരു വാതിൽ തുറന്നിട്ടുണ്ട്, എല്ലാ വാതിലും അടച്ചിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഇപ്പോൾ രാത്രിയിൽ ആരെങ്കിലും ചർച്ചയ്ക്ക് വരാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ താങ്കൾക്ക് പറയാം, ഇനി എന്തെങ്കിലും ഒരു സാധ്യത UDF-മായി ഈ തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അനുനയത്തിന് അവസാന നിമിഷം ഈ പറയുന്ന നോമിനേഷൻ പിൻവലിക്കാൻ ഉള്ള സമയത്തിന്റെ അവസാന മിനിറ്റിലെങ്കിലും ഉണ്ടാവുമോ? ഒരു സാധ്യതയും ഇനിയില്ല. PV അൻവർ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി ചെന്നു കഴിഞ്ഞു. ഈ ജനങ്ങളുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കും. അതുകൊണ്ട് അദ്ദേഹം ഈ അവസാന നിമിഷമോ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലോ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. കാരണം അദ്ദേഹം മത്സരിക്കുന്നില്ലെന്ന് പ്രഖ്യാപിച്ചതിന് പിറ്റേന്നാണ് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായത്. മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് 1 മണിക്കൂറിന് ശേഷം ഈ നിലമ്പൂരിലെ ജനങ്ങൾ, അതിനപ്പുറം കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, പ്രിയപ്പെട്ട പൊന്നാര അൻവർക്ക, നിങ്ങൾ മത്സരിക്കണം, ഞങ്ങൾ കൂടെ ഉണ്ട്, നിങ്ങൾ സാമ്പത്തികം മുടക്കേണ്ടതില്ല, ഞങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് ഞങ്ങൾ ചെലവഴിച്ചു കൊള്ളാം. ഈ നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ രാജിവെച്ച് ഈ പിണറായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം രാജിവെച്ച് മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത്. വീണ്ടും അദ്ദേഹം മത്സരിക്കേണ്ട സാഹചര്യം വന്നത് ഈ നിലമ്പൂരിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നത്. അതുകൊണ്ട് മത്സരത്തിൽ നിന്ന് അദ്ദേഹം മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. 19-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം പലവട്ടം ആവർത്തിച്ച് പറഞ്ഞത് ഒന്നാമത്തെ CPM-കാരൻ്റെ വോട്ട് ഈ പിണറായിസത്തിനെ ആണിയടിക്കുന്നതിന് വേണ്ടിയുള്ള വോട്ടായിരിക്കും, 3ാം പിണറായി ഗവൺമെന്റിനെതിരെയുള്ള വോട്ടായിരിക്കും, പിണറായിസം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി PV അൻവറാണ് ശരി, PV അൻവർ പറഞ്ഞതാണ് സത്യമെന്ന് ബോധ്യപ്പെട്ട ജനങ്ങളാണ് നിലമ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ PV അൻവർ വിജയിക്കും. ശ്രീ ഹംസ പറക്കാട്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ഇലക്ഷനുകളിൽ എങ്ങനെയാണ് ഡോമിനന്റ് പാർട്ടി അല്ലെങ്കിൽ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നതോ നിലവിൽ ഒരു സീറ്റ് ഒക്കുപ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയ പാർട്ടി പരാജയപ്പെടുക എന്ന് സെഫോളജിസ്റ്റുകൾ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ആ ഡോമിനന്റ് പാർട്ടിക്ക് എതിരെ നിൽക്കുന്ന പാർട്ടി അല്ലെങ്കിൽ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഡോമിനന്റ് പാർട്ടിയെ വീഴ്ത്താൻ പറ്റും. ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി എന്നാണ് പറയുക. ഇൻഡെക്സ് ഓഫ് ഒപ്പോസിഷൻ യൂണിറ്റി വളരെ ഹൈ ആവുകയാണെങ്കിൽ, സ്ട്രോങ് ആവുകയാണെങ്കിൽ ഡോമിനന്റ് പാർട്ടി തോക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ CPM-നെ ഭരണ പാർട്ടിയെ ഡോമിനന്റ് പാർട്ടിയായി എടുത്താൽ ഭരണവിരുദ്ധ വികാരത്തിന് ഒപ്പം എല്ലാവരും നിന്നാൽ ഒറ്റ ഒരാളിലേക്ക് ആ വോട്ട് കേന്ദ്രീകരിച്ചാൽ സ്വാഭാവികമായിട്ടും അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥി തോക്കാം. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഒരു പോർഷൻ UDF-നും ഒരു പോർഷൻ അൻവറിനും ഒരു പോർഷൻ BJP-ക്കും പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് നിൽക്കുന്ന ഡോമിനന്റ് പാർട്ടി അതായത് CPM ജയിച്ചു പോവല്ലോ. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരത്തെ ഇങ്ങനെ നെടുകെ പിളർത്തിയാൽ അൻവറിന് എന്ത് നേട്ടം, തൃണമൂൽ കോൺഗ്രസിന് എന്ത് നേട്ടം? ഭരണവിരുദ്ധ വികാരം എന്താണെന്ന് ഇത്ര സ്പെസിഫിക് ആയിട്ട് ഈ ജനങ്ങളോട് പറഞ്ഞത് PV അൻവറല്ലേ? ആയിക്കോട്ടെ, PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ തൊട്ട് Z വരെ PV അൻവർ പറഞ്ഞതല്ലേ വിരുദ്ധം. ആ ഭരണവിരുദ്ധ ഗവൺമെന്റിനെതിരെയുള്ള വോട്ട് PV അൻവറിനല്ലേ ജനങ്ങൾ നൽകുകയുള്ളൂ. അപ്പുറത്ത് ആര്യാണ് ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല, സ്വരാജ് ജയിക്കാൻ പോകുന്നില്ല. PV അൻവർ പറഞ്ഞതാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല, ഞാൻ ഒരു 2-3 മാസമായി അദ്ദേഹവുമായി യാത്ര ചെയ്യുന്നതാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിർത്തുന്ന ചായക്കടയിൽ പോലും അൻവറെ നിങ്ങൾ പറഞ്ഞതാണ് ശരി, അൻവർക്ക നിങ്ങൾ പറഞ്ഞതാണ് ശരി, ഞങ്ങളുടെ പിന്തുണ ഉണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം പറയുന്നു. അതുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരത്തിനുള്ള വോട്ട് ലഭിക്കുന്നത് PV അൻവറിനായിരിക്കും. ഇത് രണ്ടാമത്തെ വിഷയം എന്താ, ഈ ഭരണവിരുദ്ധ വികാരം ഇത്ര സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ ഒരാളാരാണുള്ളത്?
ഗവൺമെന്റ് ദുർഭരണത്തിനെതിരെ ദുർചെയ്തികൾക്കെതിരെ എന്ന് കവലൊക്കെ പ്രസംഗിച്ചു പോകുമെന്നുള്ളല്ലാതെ ഈ ദുർഭരണം എന്താണ്, ഈ ദുർചെയ്തി എന്താണ്, അജിത് കുമാർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എന്താണ്, ഗവൺമെന്റ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാം ശരിയാണ്. ശ്രീ ഹംസ പറക്കാട്ട് ഈ ടെലിവിഷനിലൊക്കെ വന്ന് ജനങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ ചായക്കടയിൽ ചായ കുടിക്കാൻ പോയാൽ ആളുകൾ സെൽഫി എടുക്കും, ഓട്ടോറിക്ഷയിൽ കയറിയ ആളുകൾ വന്ന് കുശലം പറയും. അതെല്ലാം പിന്തുണയാണെന്നൊന്നും ധരിച്ചേക്കല്ലേ. ഇതൊക്കെ വോട്ട് എണ്ണിക്കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ശ്രീ അല്ലല്ല, നിലമ്പൂരിലെ ജനങ്ങൾ ആ പിന്തുണ കൊണ്ട് വോട്ട് ലഭിക്കും. ശരി ആവട്ടെ. ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെ ഇപ്പോ നോക്കുമ്പോൾ LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ഇത് ജീവൻ മരണ പോരാട്ടമാണ്. ജയിക്കാൻ മാത്രം നടത്തുന്ന മത്സരം എന്ന് താങ്കൾ പറഞ്ഞു. ഇപ്പോൾ ജയിക്കാൻ മാത്രം നടത്തുന്ന മത്സരം എന്നുള്ളത് UDF-നെ സംബന്ധിച്ചല്ല, വ്യക്തിപരമായത് VD സതീശന് അങ്ങനെയാണ്, ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെയാണ്. ഇനി വേറൊരു ചാൻസ് ഇല്ല എന്നുള്ള മട്ടിൽ ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ച് അവിടെ സെനാരിയോ ഉണ്ട്. നമുക്ക് UDF-നെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് മറ്റു പലയിടത്തും പാലക്കാട് കാണാൻ പറ്റി, തൃക്കാക്കരയിൽ കാണാൻ പറ്റി, അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ കാണാൻ പറ്റി. ഇവിടെ ഇപ്പോൾ ഈ അൻവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. പല നേതാക്കൾ പല വർത്തമാനം പറഞ്ഞു. ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു മീഡിയേഷൻ നടന്നു. ലീഗിന്റെ നേതാക്കളുടെ വീട്ടിൽ അൻവറിന് ആതിഥേയത്വം ഉണ്ടായി. പക്ഷേ ഫൈനലി അത് നടന്നില്ല. അതിൽ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. മുൻ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി അകത്ത് അസ്വാരസ്യങ്ങൾ ഉയർന്ന ഒരു തെരഞ്ഞെടുപ്പിനെ സമ്പൂർണ്ണമായി മാനേജ് ചെയ്യാൻ ഇതിനോടകം പറ്റിയിട്ടുണ്ടോ? അഭിലാഷ്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ ചെറിയൊരു വിശദീകരണം ആവശ്യമുണ്ടല്ലോ. അഭിലാഷും സൂചിപ്പിച്ചു RSSന്റെ ശബരിമല വിഷയത്തിലെ നിലപാട് എന്തായിരുന്നു. ഇപ്പോൾ ബഹുമാനായിട്ടുള്ള BJPയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞത് RSSനകത്ത് അക്കാലത്ത് സൈദ്ധാന്തികമായിട്ടുള്ള ഒരു ചർച്ച നടന്നു. അദ്ദേഹം പറഞ്ഞു കേട്ട അങ്ങനെ തോന്നുന്നു. അവിടെ സൈദ്ധാന്തികമായിട്ടുള്ള എന്തോ ഒരു ചർച്ച നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സൈദ്ധാന്തികമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ ഇരുപക്ഷവും പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് പോകാൻ, അതായത് സൈദ്ധാന്തികമായിട്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോകാൻ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലേ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അതാണ് നിലപാട് എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമേ പറയട്ടെ, ഒരു തരത്തിലുള്ള സൈദ്ധാന്തിക പ്രശ്നവുമല്ല ഉണ്ടായത്. മറിച്ച് അങ്ങേയറ്റം വ്യക്തിപരമായിട്ടുള്ള അവഹേളനം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അഖില ഭാരതീയ ബൗദ്ധിക് പ്രമുഖായിരുന്ന R ഹരിക്കെതിരെ നടത്തിയ ആളുകളായിരുന്നു ഇവർ. അന്ന് എന്താ പറഞ്ഞത്? R ഹരിയുടെ സഹോദരൻ ബിഷപ്പ് യോഹന്നാൻ്റെ വക്കീലാണെന്നും ആ രീതിയിൽ അതുപോലെ തന്നെ 365 ദിവസവും ശബരിമല ക്ഷേത്രം തുറന്നു പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള വാദത്തിന് പുറകിൽ ചെറുവള്ളി എസ്റ്റേറ്റ് അവരെടുത്തതിൻ്റെ അതിന് പ്രത്യുപകാരമാണെന്നൊക്കെ രീതിയിലുള്ളൊരു കോൺസ്പിറസി തിയറി കൊണ്ടുവന്ന് ആ രീതിയിൽ പറഞ്ഞ് RSSൽ ഒരു യോഹന്നാൻ വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞ് R ഹരിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം, RSSകാർ ഏറ്റവും ബഹുമാനിക്കുന്ന അവരുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു നേതാവിനെതിരെയുള്ള അങ്ങേയറ്റത്തെ വിഷലിപ്തമായിട്ടുള്ള അങ്ങേയറ്റത്തെ മോശമായിട്ടുള്ള പ്രതികരണങ്ങൾ അക്കാലത്ത് RSSകാരല്ലാത്ത ഈ പിന്നീട് RSS ആയി വേഷം കെട്ടുകയും BJPയിൽ സ്ഥാനം കിട്ടിയപ്പോൾ RSS ആയി വേഷം കെട്ടുകയും ചെയ്ത ആളുകൾ അന്ന് റെഡി ടു വെയിറ്റുകാരായിരുന്നവർ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ, അന്ന് ആക്ഷേപിച്ച കാര്യങ്ങൾ, ഒരു തരത്തിലുള്ള സൈദ്ധാന്തിക പ്രശ്നം ഉണ്ടായിട്ടില്ല. അന്ന് അവർ RSSും അല്ല, അന്ന് അവർ BJP അല്ല. പിന്നീട് സ്ഥാനം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പൊസിഷനിൽ വരാൻ വേണ്ടി BJPയുടെ ഭാഗമായവരാണ്. അതല്ലാതെ വലിയ തോതിൽ നിലപാട് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് നിന്ന ആളുകളൊന്നും അല്ല. അതിനകത്ത് ഉണ്ടായിരുന്നത് വലിയ തോതിലുള്ള വ്യക്തി അധിക്ഷേപവും അന്നത്തെ സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ ഇപ്പോഴും അതിന്റെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പരിശോധിച്ചാൽ മനസ്സിലാകും. ഇപ്പൊ ഇവിടെ പറഞ്ഞ് പൊലിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ ഇപ്പം CPM-നുള്ളിൽ 4ാം ലോകവാദം ഉണ്ടായതുപോലെയുള്ള ഏതെങ്കിലും സൈദ്ധാന്തിക പ്രശ്നമേ ഉണ്ടായത്. അങ്ങേയറ്റത്തെ വലിയ കറപ്ഷൻ, അങ്ങേയറ്റത്തെ വലിയ എന്താ പറയുക വഞ്ചന, അതല്ലെങ്കിൽ വിശ്വാസികളെ വഞ്ചിക്കുന്നു. RSS ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഘടനയാണെന്ന് വരെ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അവര് പറയാം സൈദ്ധാന്തിക പ്രശ്നമായിരുന്നു. ഒരു സൈദ്ധാന്തിക പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനുശേഷം അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ആ പൊസിഷൻ മാറ്റി വെച്ചുകൊണ്ട് അതവരുടെ സ്വാതന്ത്ര്യമാണ്, ഞാൻ അതിനെ സമ്മതിക്കുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്ത ആളുകൾ മറ്റാളുകളെ ആക്ഷേപിക്കാൻ നിൽക്കരുത് എന്ന് മാത്രമേ പറയുള്ളൂ. ഇനി നിലപാടുകൾ ഇങ്ങനെ ഉറച്ചതും മാറാത്തതുമാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അത് അടിമത്തമാണ്. ആ അടിമത്തത്തിനും ചെരുപ്പ് നോക്കി കൊടുക്കാനും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. ഞാൻ പരസ്യമായി എൻ്റെ നിലപാട് പ്രഖ്യാപിച്ച് ഇറങ്ങി വന്ന് മറ്റൊരു പാർട്ടിയുടെ ഭാഗമായിട്ടാണ്. ഇതിങ്ങനെ എല്ലാ ചർച്ചകളിലും വന്ന് BJPയുടെ നേതാക്കൾ ചൊറിയാൻ വേണ്ടി പറയേണ്ട ഒരു കാര്യമില്ല. കാലം കുറേയായി, ഭാരതപ്പുഴയിൽ ഒരുപാട് വെള്ളം അതിനുശേഷം ഒഴുകിപ്പോയി. നിങ്ങൾക്ക് ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് നിങ്ങളുടെ കഴിവുകേട് എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വീണ്ടും തുടർച്ചയായിട്ട് പറയേണ്ടി വരുന്നത്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യം എന്താ? അഭിലാഷ് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്
ഞങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടെന്നാ? നിങ്ങൾ എന്തിനാണ് യു ഡി എഫിനെതിരെ നിരന്തരമായി മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ശേഷം കള്ള വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, കള്ള വാർത്തകൾ ചമച്ചോണ്ട് ഇതിനകത്ത് എന്തോ പ്രശ്നം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല, ഒരു തരത്തിലുള്ള പ്രതിസന്ധിയില്ല. ഒറ്റക്കെട്ടായി നോക്കി ഇന്നലെ നിങ്ങൾ എന്തൊക്കെയാ മാധ്യമങ്ങൾ പറഞ്ഞത്? പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തിട്ടില്ല. അതിന് തൊട്ട് തലേന്ന് വന്ന് ഇവിടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പോയ ആളുകളെ കുറിച്ചാണ് പറയുന്നത്. കൺവെൻഷനിൽ പങ്കെടുത്തില്ല എന്ന്. ഹജ്ജിന് പോയിട്ടുണ്ട് സാദിഖ് അലി തങ്ങൾ, എല്ലാവർക്കും അറിയാം. എന്നിട്ട് പറയുകയാണ് ഇവിടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രസംഗത്തിൽ പറഞ്ഞു തങ്ങളെ മക്കത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കൃത്യമായി പറഞ്ഞു. ഇന്ന് അബ്ബാസ് അലി തങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇതാ ഇന്ന് രമേശ് ഇവിടെ ഉണ്ട്, നാളെ പിന്നെ കെ സുധാകരൻ ഇവിടെ ഉണ്ട്. ഇത്തരം ആളുകൾ മുഴുവൻ ഇവിടെയുണ്ട്. മുഴുവൻ യു ഡി എഫും ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രചരണവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് യു ഡി എഫിൽ പ്രതിസന്ധി ഉണ്ട് എന്നിങ്ങനെ നിരന്തരം ഒരു കേന്ദ്രത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാർത്തകൾ ചിലരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ദയവ് ചെയ്ത് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കണം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 23-ാം തീയതി റിസൾട്ട് വന്ന് യു ഡി എഫ് വൻ ഭൂരിപക്ഷം വിജയിക്കാൻ പോവുകയാണ്. അന്ന് സംശയിക്കപ്പെടാൻ പോകുന്നത്, ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ ഉൽപ്പാദിപ്പിച്ച മാധ്യമങ്ങളുടെ വിശ്വാസ്യത കൂടിയായിരിക്കും. അതുകൊണ്ട് അഭിലാഷിനെ പോലെയുള്ളവർ, മാതൃഭൂമിയെ പോലെയുള്ളവരെങ്കിലും ചുരുങ്ങിയ പക്ഷം ആ ഒരു വിഭാഗത്തിന് മാറി നിൽക്കണം. ഞാൻ എല്ലാവരെയും പറയുന്നില്ല. അതുകൊണ്ട് നിഷ്പക്ഷമായി കാര്യങ്ങളെ വിലയിരുത്തണം. ഉജ്ജ്വലമായിട്ടുള്ള വിജയം ആര്യാടൻ ഷൗക്കത്ത് നേടാൻ പോവുകയാണ്. അതിനപ്പുറമുള്ള പ്രചാരണങ്ങൾ ഇവിടെ 3 കോണുണ്ട്, 4 കോണുണ്ട് എന്നുള്ള അവകാശവാദങ്ങൾ മാത്രമാണ്. വേണമെങ്കിൽ 6-7 കോണ് പറഞ്ഞോട്ടെ. 10ഓളം സ്ഥാനാർത്ഥികളുണ്ട്. എങ്ങനെ കംപ്ലീറ്റ് ചെയ്തോളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 8-10 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ നോമിനേഷൻ പിൻവലിക്കേണ്ടത് കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നുന്നു 8-10 സ്ഥാനാർത്ഥികളുണ്ട്. അപ്പം ഈ സ്ക്രൂട്ടിനി കഴിഞ്ഞ സമയത്ത് അപ്പൊ അങ്ങനെ 10 കോണുള്ള ഇലക്ഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാം. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് LDF UDF പോരാട്ടാണ്. LDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളാണ് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത്. നിലമ്പൂരിന്റെ ജീവിത പ്രശ്നങ്ങളാണ്, മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്, ഇവിടുത്തെ സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്, ഇവിടെ ആരോഗ്യ മേഖലയിൽ മരുന്നില്ലാത്ത അടക്കമുള്ള പ്രശ്നങ്ങളാണ്, ക്ഷേമ പെൻഷൻ കിട്ടാത്ത പ്രശ്നങ്ങളാണ്, ആശാ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടി നൽകാത്ത പ്രശ്നങ്ങളാണ്. ഇതുപോലെയുള്ള ജീവിത പ്രശ്നങ്ങൾ, സർക്കാർ ജീവനക്കാരുടെ 18% DA കുടിശ്ശിക അടക്കമുള്ള വിഷയങ്ങൾ, സർക്കാർ ജീവനക്കാർക്കിടയിൽ വലിയ വികാരം പിണറായി സർക്കാരിനെ നിൽക്കുക. DA കുടിശ്ശിക കിട്ടാത്ത സർക്കാർ ജീവനക്കാർ വോട്ട് ചെയ്യുന്ന ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ്. ഒരു ഒറ്റ കാര്യം വളരെ സൗഹാർദ്ദപരമായി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, മാധ്യമ വിമർശനം എന്ന് പറയുന്നത് സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാധ്യമങ്ങളും വിമർശിക്കപ്പെടണമല്ലോ, മാധ്യമ പാഠങ്ങളും ആ നിലയ്ക്ക് നിശിതമായി വിമർശനം ഏറ്റുവാങ്ങണം. അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷെ ഇപ്പോൾ സന്ദീപ് ഉപയോഗിച്ച പല വാചകങ്ങളും പരമ്പരാഗതമായി CPM-കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കേന്ദ്രത്തിൽ നിന്ന് വാർത്തകൾ ചമയ്ക്കുന്നു, ഞങ്ങൾക്കെതിരെ മാധ്യമ വിചാരണ നടത്തുന്നു. ഇതിപ്പോ VD സതീശൻ ഒരു ദിവസം ഇപ്പോ സന്ദീപ് പറയുന്നത് മൊത്തത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ ഫീലിംഗ് ജനങ്ങൾക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ഇലക്ഷൻ സമയത്ത് അങ്ങനെ ഒരു ഫീലിംഗ് ജനങ്ങൾക്ക് കൊടുക്കണോ? എനിക്കറിയില്ല. ഞാൻ വളരെ സൗഹാർദ്ദപരമായി പറഞ്ഞതേ ഉള്ളൂ. അല്ല അഭിലാഷ്, ഞാൻ ഒരു കേന്ദ്രത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഞാൻ പറയാൻ കാരണമുണ്ട്. ചില മാധ്യമങ്ങൾ ഇന്നലെ കൺവെൻഷൻ കഴിഞ്ഞ ഉടനെ കൊടുത്ത വാർത്ത എന്താ? ഒരേ വാർത്ത, പാണക്കാട് തങ്ങൾ കുടുംബത്തിന് ആരും പങ്കെടുത്തിട്ടില്ല. വാസ്തവത്തിൽ ആ ഒരേ ലൈനിൽ ഒരേ ഹെഡിങ്ങോട് കൂടി ഒരേ വരികൾ എല്ലാവരും കൊടുക്കണമെങ്കിൽ അതൊരു ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള വാർത്തയല്ലേ? അതിന് തൊട്ട് തലേന്ന് ഇവിടെ പാണക്കാട് തങ്ങൾ ഇവിടെ വന്നു പോയിട്ടുള്ളതല്ലേ? തങ്ങൾ കുടുംബത്തിന് ആളുകൾ വന്നു പോയിട്ടുള്ളതല്ലേ? അതിന് പിറ്റേ ദിവസം വന്നിട്ടുള്ളതല്ലേ? ഇതറിയാത്ത ആളുകളല്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ നേതാക്കന്മാരുടെ മുഴുവൻ സ്കെഡ്യൂളും ലഭ്യമാണ്. കെ സുധാകരൻ എപ്പോൾ വരും, ഏത് പരിപാടിയിൽ പങ്കെടുക്കുന്നു, രമേശ് ചെന്നിത്തല എന്ന് വരും, ഏത് ദിവസം വരെയുണ്ട്, ഏത് പരിപാടികൾ പങ്കെടുക്കുന്നു, ഇതെല്ലാം അറിയുന്ന നിങ്ങൾ, ഇതെല്ലാം എല്ലാ ദിവസവും നിങ്ങളുടെ മീഡിയയുടെ ചാർജ് എനിക്കുണ്ട്. ഇവിടെ വന്ന് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പുറവും തെറ്റായ വാർത്ത തുടർച്ചയായിട്ട് ചില മാധ്യമങ്ങളിൽ വരുന്ന സമയത്ത് അത് ഒരു കേന്ദ്രത്തിന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ ചോറ് തിന്നുന്ന ബുദ്ധി. ശരി, എന്തായാലും ഞങ്ങൾ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. ഇന്നലെ ഈ ചർച്ച ദയവ് ചെയ്ത് ജനങ്ങളുടെ പൾസിന് വിരുദ്ധമായ വാർത്തകൾ ഉൽപ്പാദിപ്പിച്ച് 23-ാം തീയതി UDF-ന്റെ ഉജ്ജ്വലമായ വിജയം വരുമ്പോൾ സ്വന്തം വിശ്വാസ്യത ചില മാധ്യമങ്ങൾ കളഞ്ഞു കുളിക്കരുത്. എന്തായാലും ഒറ്റ കാര്യം അതിനകത്ത് സന്ദീപ് പറയാനുള്ളൂ. ഇന്നലെ എല്ലാ ദിവസവും 7:30 മുതലാണ് ഈ ചർച്ച തുടങ്ങുന്നത്. ഇന്നലെ ഏതാണ്ട് 7:30 കൂടിയാണ് നിങ്ങളുടെ 7 മണിയോട് കൂടിയാണ് നിങ്ങളുടെ അവിടുത്തെ കൺവെൻഷൻ അവസാനിച്ചത്. ഇന്നലെ ഈ ഫ്ലോറിൽ ഇതേ വിഷയം ഉയർന്നിരുന്നു. അപ്പോൾ താങ്കൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, 2 തങ്ങൾമാരും ഹജ്ജിന് പോയതാണ്. അതായത് സാദിഖ് അലി തങ്ങളും മുനവർ അലി തങ്ങളും ഹജ്ജിന് പോയതാണെന്നും അബ്ബാസ് അലി തങ്ങൾക്ക് മുമ്പ് ഷെഡ്യൂൾ ചെയ്തൊരു പരിപാടി ഉള്ളതുകൊണ്ട് അദ്ദേഹം ആ സമയത്ത് പങ്കെടുക്കാതിരുന്നതാണെന്നും പറഞ്ഞത് ഞാനാണ്, UDF പ്രതിനിധിയല്ല. VV പ്രകാശിന്റെ കാര്യം പറഞ്ഞു. VV പ്രകാശിന്റെ ഭാര്യ ഞങ്ങൾ എല്ലാ കാലത്തും പാർട്ടിക്കൊപ്പമാണ് എന്ന് മാധ്യമങ്ങളുടെ മൈക്കിൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാനാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ എന്ന് പറയുമ്പോൾ
എല്ലാവരും കൂടി നിങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ മുന്നണിയോ എന്തോ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് വിചാരിക്കരുത്. ഏത് ഇലക്ഷൻ സമയത്താണെങ്കിലും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, അല്ലാതെ വ്യക്തിപരമായിട്ട് എടുക്കണ്ട. അല്ലല്ല, വ്യക്തിപരമായി പറഞ്ഞല്ല, നിങ്ങളുടെ പ്രതിനിധി പറയുന്നതിന് മുമ്പ് ഞാനാണ് പറഞ്ഞത്. എടുക്കണ്ട, ഞാൻ മീഡിയ ഫ്രട്ടേണിറ്റിയെ മുഴുവൻ പറഞ്ഞാണ്. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണമല്ലോ. താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഞാൻ കേട്ടിട്ടില്ല താങ്കൾ അങ്ങനെ പറഞ്ഞത്, നല്ല കാര്യം. യൂട്യൂബിൽ എടുത്ത് നോക്കി അറിയാലോ, അല്ലെങ്കിൽ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്ത നിങ്ങളുടെ പ്രതിനിധിയോട് ചോദിച്ചാൽ അറിയാലോ. അങ്ങനെ അതൊന്ന് ഒഴിവാക്കുന്നു. ശരി, ഓക്കെ, ഫൈൻ. ഞാൻ കേട്ടിട്ടില്ല. അങ്ങ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്വാഗതാർഹമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അതാണ് മാധ്യമപ്രവർത്തനം ചെയ്യേണ്ടത്. സത്യസന്ധമായി നീതിപൂർവ്വമായി കാര്യങ്ങളെ വിലയിരുത്തണം. അഭിലാഷ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും യൂട്യൂബിലുണ്ട്. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് പൂർണ്ണമായിട്ടും യൂട്യൂബിലുണ്ട്. നമുക്ക് ഇടവേളയിൽ പോകുന്നു. പി ഷബീർ, അത് തിരക്കുകൾ ആയതുകൊണ്ട് വൈകിയാണ് ചർച്ചയിൽ എത്തിയത്, സാരമില്ല. ഇപ്പോൾ LDF സംബന്ധിച്ചും UDF സംബന്ധിച്ചും അഭിമാന പോരാട്ടം എന്നുള്ളതുപോലെ PV അൻവറിനെ സംബന്ധിച്ചും അഭിമാന പോരാട്ടമാണ്. ഇപ്പോൾ താങ്കളൊക്കെ PV അൻവറിന്റെ എന്നുവെച്ചാൽ LDF MLA ആയിരിക്കുമ്പോൾ അൻവർ കടന്നൽ രാജിയാണ്, ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും ആശയത്തെയും ഒക്കെ ഉത്തരോത്തരം ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണല്ലോ. ഇപ്പോൾ ഇവിടെ ഹംസ പറക്കാട്ട് പറയുകയായിരുന്നു, LDF CPM പല പ്രവർത്തകരും അൻവർക്ക CIT ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നു പോലും ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന് അഭിവാദനം ചെയ്യുന്നുണ്ട് എന്ന്. അപ്പോൾ LDF 45% വോട്ട് കോർ വോട്ടായി ഉള്ള ഒരു ഇടത്ത് നിന്ന് അൻവർ കുറേ വോട്ടുകൾ ഇങ്ങനെ ഊരിക്കൊണ്ട് പോകുമോ? ഇവിടെ LDF ഒരു വോട്ടും ശ്രീ PV അൻവറിന് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ LDF വോട്ടുകളാണ് ശ്രീ PV അൻവറിന് ലഭിക്കുന്നതെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാതിരാ ചർച്ച നടത്തേണ്ടെന്നും ആവശ്യകതയില്ല. അത് UDF ക്യാമ്പിൽ ഉൾപ്പെടെ നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം ഇടതുപക്ഷം വിട്ടിട്ട് 9 കൊല്ലം നിലമ്പൂർ നിയമസഭയെ പ്രതിനിധീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ നിന്ന് ഒരു പാർട്ടി മെമ്പർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫുകൾ ഉൾപ്പെടെ പോയിട്ടില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളിലൊന്നും യാതൊരു വിധത്തിലുള്ള ആശങ്കയും ഇവിടെ ഇല്ല. ഇവിടെ വോട്ട് പോകുന്നത് UDF വോട്ടുകളാണ് ശ്രീ PV അൻവറിന് പോകുക എന്നതിൽ നല്ല ധാരണ ഇവിടെയുണ്ട്. ഇവിടെ PV അൻവർ ഒന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊരു ഫാക്ടറി അല്ല. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ച, ഞാൻ ചർച്ചയിൽ തുടക്കത്തിൽ പങ്കെടുക്കുന്നതിന് വിഷമം നേരിട്ടു. തുടക്കത്തിൽ ഇവിടെ വരുന്ന സമയത്ത് കേട്ടത് ഭരണവിരുദ്ധ വികാരം. കേരളത്തിൽ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 2016 ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിനു ശേഷം 4-ാം വർഷം ഇതേ ചർച്ച കേരളത്തിൽ വലിയ രൂപത്തിൽ രൂപപ്പെടുത്തിയതാണ്. അതിനുശേഷം വർദ്ധിത ഭൂരിപക്ഷത്തോടു കൂടിയാണ് പിന്നീട് പിണറായി സർക്കാർ 2-ാം തവണ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ മണ്ഡലത്തിലുടനീളം പ്രത്യേകിച്ച് M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം കൂടെ പ്രഖ്യാപിച്ചതിനു ശേഷം വലിയ ആവേശകരമായ അനുഭവമാണ്. വികസന തുടർച്ചയ്ക്കാണ് ഇവിടെ വോട്ട് ചോദിക്കുന്നത്. ഇവിടുത്തെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കണമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഈ മണ്ഡലത്തിൽ ഉടനീളമുള്ളത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളൊരു പ്രതീതി നിർമ്മാണം മാത്രമാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 9 കൊല്ലം ഈ കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളിലൂടെ കേരളത്തിൻ്റെ വികസനം എന്തെന്നും കേരളത്തിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്തെന്നും എല്ലാം ബോധ്യപ്പെട്ട വർഷങ്ങളാണ് കടന്നുപോയത്. PV അൻവർ ഒന്നും ഈ തെരഞ്ഞെടുപ്പിനകത്തൊരു ഫാക്ടറിയല്ല. അദ്ദേഹം ഉന്നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ചൊക്കെ നമുക്ക് കൃത്യമായ ധാരണയുണ്ടല്ലോ. അതിലൊന്നും ഞങ്ങൾക്കോ അതല്ലെങ്കിൽ ഈ മലയോരത്തെ ഒരു വോട്ടർക്കോ ഒരാശങ്കയുമില്ല. അദ്ദേഹമൊന്നും ഇവിടെ ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞതുപോലെ മത്സരം UDF LDF തമ്മിലാണ്. അവിടെ LDF നഷ്ടപ്പെടാൻ ഒന്നും തന്നെ ഇല്ല. ഒരു ഇടതുപക്ഷ അനുഭാവിയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രിക കൊടുക്കാൻ വയനാട്ടിൽ നിന്നും അങ്കമാലിയിൽ നിന്നും കൊല്ലത്തു നിന്നുമൊക്കെയാണ് ആളുകൾ വന്നിട്ടുള്ളത്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ഒന്നും ഭാഗമായി നിൽക്കുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പോയിട്ടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരാശങ്കയും ഇല്ല എന്ന് മാത്രമല്ല, നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിനെ ഇവിടെ നേരിടുന്നത്. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഫാക്ടറായിട്ട് കാലാകാലങ്ങളിൽ ഇപ്പോൾ കുറച്ചായിട്ട് ഉന്നയിക്കപ്പെടുന്നത് കഴിഞ്ഞ ചില ഉപതെരഞ്ഞെടുപ്പുകളാണ്. പാലക്കാട് ഉൾപ്പെടെയുള്ള, തൃക്കാക്കര ഉൾപ്പെടെയുള്ള UDF സിറ്റിംഗ് സീറ്റുകൾ UDF നിലനിർത്തിയത് ഭരണവിരുദ്ധ വികാരം എന്നതുകൊണ്ടല്ല. അങ്ങനെയെങ്കിൽ ചേലക്കര വിജയിക്കണം. ചേലക്കരയിൽ ശ്രീ UR പ്രദീപ് ഇരട്ടി ഭൂരിപക്ഷത്തിലാണ്, മുൻപേ മത്സരിച്ചതിൽ നിന്ന് ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഇതേ സമയം ജയിക്കുന്നത്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തെ വിലയിരുത്തുന്നതിന് പാലക്കാടും തൃക്കാക്കരയും മാനദണ്ഡമാക്കുന്നതൊക്കെ വസ്തുതാവിരുദ്ധമാണ് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളത്. ശരി, ഓക്കെ, നമുക്കൊരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം മാറി കുറച്ച് അവസാന മിനിറ്റിലാണ്. ശ്രീ ശങ്കുട്ടി ദാസ്, ഒരു അവസാനത്തെ ചോദ്യം. ഇപ്പോൾ കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രമുഖരായ നേതാക്കൾ പാലക്കാട് ക്യാമ്പ് ചെയ്ത് വലിയ പ്രചരണ കോലാഹലമായിരുന്നു. ഞാൻ പാലക്കാടൊക്കെ പോകുമ്പോൾ BJPക്കാരെ തട്ടി നടക്കാൻ വയ്യായിരുന്നു. നിലമ്പൂരെ കാര്യം പോകുന്നില്ലേ? നമുക്ക് നിലമ്പൂരിലേക്ക് 5-ാം തീയതി ശ്രീ സുരേഷ് ഗോപി വരുന്നുണ്ട്. പത്രിക സമർപ്പിക്കാൻ വേണ്ടി ശ്രീ രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നു. ഇനി ശ്രീ ജോർജ് കുര്യൻ, V മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, MT രമേശ് തുടങ്ങിയിട്ടുള്ള പ്രമുഖ നേതാക്കൾ എല്ലാവരും വരുന്നുണ്ട്. എല്ലാ സംസ്ഥാന നേതാക്കൾക്കും ദിവസങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും അവിടെ പങ്കെടുക്കും.
ഇനി എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയത്ത് ശ്രീ സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ വേഗത്തിൽ ഒന്ന് മറുപടി പറയണം. ഇതിന് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ മറുപടി പറയുന്ന സമയത്ത് അങ്ങനെ ചെയ്യാതിരിക്കാനുള്ള മര്യാദ അദ്ദേഹം കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നോക്കൂ, രാത്രിക്ക് രാത്രി സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ കൂറുമാറിയതിന്റെ കളങ്കം തീർക്കാൻ ഒരു പാർട്ടിയിൽ മുന്നേ ഉണ്ടായിട്ടുള്ള, ഒരു സംഘടനയ്ക്കുള്ളിൽ മുൻപേ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ആളുകളെ പരിഹസിച്ചാൽ മതിയാവും എന്ന് അദ്ദേഹം വെറുതെ ധരിക്കുകയാണ്. ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് ശബരിമലയിലെ ആചാര പരിഷ്കരണത്തെ സംബന്ധിച്ച് രണ്ട് നിലപാടുകൾ സംഘത്തിനുള്ളിൽ ഉണ്ടായിരുന്നു. നോക്കൂ, ഇവിടെ എന്റെ നിലപാടുകൾ സമാജത്തിന്റെ ഹിതത്തിന് വിരുദ്ധമാണെന്ന് വന്നു കഴിഞ്ഞാൽ പുതിയ സർസംഘചാലകനെ തെരഞ്ഞെടുക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ജിയുടെ ആദ്യത്തെ സംഘാലകനായിട്ട് പ്രസ്ഥാനമാണിത്. ഇവിടെ ആരും വിമർശനാതീതരൊന്നുമല്ല. അന്ന് ആർ ഹരി സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിനെതിരെ, ആചാര പരിഷ്കരണം വേണം എന്ന സമീപനത്തിനെതിരെ വിശ്വാസപക്ഷത്ത് ഒരു വിഭാഗം ഉണ്ടായിരുന്നു. രണ്ട് പക്ഷവും തമ്മിൽ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പറഞ്ഞു തീർത്തിട്ടുള്ളത്. സംഘത്തിന്റെ സംസ്ഥാന കാര്യകാരി സദസ്യനായിട്ടുള്ള ശ്രീ വത്സൻ തില്ലങ്കേരി ഇടപെട്ട് രണ്ട് പക്ഷത്തെയും ആളുകളെ വിളിച്ച് ചിദാനന്ദപുരി സ്വാമിയുടെ ആശ്രമത്തിൽ വെച്ച് ഒരു ചർച്ച നടത്തി രണ്ട് കൂട്ടരും സമാജത്തിന് വേണ്ടപ്പെട്ടവരാണ്, നിങ്ങൾ പരസ്പരം കലഹിക്കേണ്ടവരല്ല, നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടവരാണെന്ന് ധാരണയിൽ പരസ്പരം യാതൊരു തർക്കങ്ങളും സംഘർഷങ്ങളും ഇല്ലാതെ എല്ലാവരും ഒന്നിച്ച് ശബരിമല പ്രക്ഷോഭം സംഘം ഒറ്റക്കെട്ടായിട്ടാണ് നയിച്ചത്. ആദ്യം ആചാര പരിഷ്കരണം വേണം എന്നൊരു നിലപാടുണ്ടായിരുന്നു. ഇവിടുത്തെ വിശ്വാസികളുടെ പക്ഷം ആചാര പരിഷ്കരണത്തിന് എതിരാണെന്ന് മനസ്സിലായപ്പോ സംഘം ശബരിമല കർമ്മസമിതി രൂപീകരിച്ചു. ശബരിമല കർമ്മസമിതിയാണ് ശബരിമല ആചാര പരിഷ്കരണത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള സമരം കേരളത്തിൽ നടത്തിയത്. ആ സമരത്തിൽ ഈ പറയുന്ന അന്ന് ഓൺലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തിയിരുന്ന രണ്ടു കൂട്ടരും ഒന്നിച്ചുണ്ടായിരുന്നു. അന്ന് ഇവരെക്കാൾ വലിയ സൈദ്ധാന്തികനായി ചമഞ്ഞുകൊണ്ട് ഇവരെല്ലാം വിളിച്ചുകൊണ്ട് സംഘത്തിന്റെ ആദർശം പ്രസംഗിച്ചിരുന്ന ആളുകളാണ് ഒരു രാത്രി തനിക്ക് ഒരു സ്ഥാനം കിട്ടിയില്ല എന്നുള്ളതിന്റെ പേരിൽ നേരെ കൂറുമാറിയിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോയത്. അത് നിലപാടാണ്, അത് ആർജവമാണ്, അത് അടിമത്തമില്ലായ്മയാണെന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ ആദ്യം പോസ്റ്റ് ഇടുന്ന സമയത്ത് BJPക്ക് വിജയാശംസ നേരുകയും ഒരു നേതാവിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷമം മാത്രമേ തനിക്കുള്ളൂ എന്ന് പറയുകയും, എന്നാൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോയതിനു ശേഷം ഈ വിജയാശംസ തരുന്ന പാർട്ടിയെ തന്നെ തള്ളി പറയുകയും ചെയ്യില്ല. ആദ്യത്തെ പോസ്റ്റ് എടുത്ത സമയത്ത് തന്റെ അമ്മ സംഘത്തിന് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി ഭൂമി നീക്കി വെച്ചിട്ടുണ്ട്, അത് ഇപ്പോഴും കൊടുക്കാൻ തയ്യാറാണെന്ന് പറയുകയും, കൂറുമാറിയതിനു ശേഷം ഞാൻ സംഘത്തിന്റെ ആദർശത്തെയും സംഘത്തിന്റെ പ്രചാരകന്മാരെയും മുഴുവൻ തള്ളി പറയുന്നു എന്ന് പറയില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനം കിട്ടുമോ എന്ന് പരീക്ഷിക്കുന്നിടത്തോളം കാലം ഇതിന് തള്ളി പറയാതിരിക്കുകയും ഇതിനെ എല്ലാത്തിനെയും സ്വീകരിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു പ്ലേസ്മെന്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ അന്നോളം അനുവർത്തിച്ച് വന്നിട്ടുള്ള എല്ലാ ആദർശങ്ങളും നിങ്ങൾ തള്ളി പറഞ്ഞു. ആ നിലപാടിന്റെ പേരാണ് കൂറുമാറ്റം, അതിന്റെ പേരാണ് നിലപാടില്ലായ്മ, അത് ആർജവമാണ്, അടിമത്തമില്ലായ്മയാണെന്ന് പറയരുത്. അങ്ങനെയല്ല ഒരു സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള കലഹം. ആ കലഹത്തിന് ശേഷം ആ കലഹത്തിലെ രണ്ട് പക്ഷവും ആ സംഘത്തിനുള്ളിൽ തന്നെയാണ്. വിശദീകരിച്ചല്ലോ. ഇനിയിപ്പോ ഇതിൽ അപ്പോ നമുക്ക് സമയം എന്തായാലും അവസാനം. സന്ദീപ്, ഇക്കാര്യത്തിൽ ഇനി വേറെ മറുപടിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലെ? അവസാനിപ്പിക്കാമല്ലോ. അല്ലല്ല, മറുപടി ഉണ്ട്. പെട്ടെന്ന് പറയണം. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ 6-7 മാസത്തിന് ശേഷവും വീണ്ടും പറയേണ്ടി വരുന്നത് വാസ്തവത്തിൽ നിങ്ങളുടെ സമയം മെനക്കെടുത്താന്ന് എനിക്കറിയാം. ഒരു കാര്യം പറയാം, ഞാൻ ഏതെങ്കിലും തരത്തിൽ സ്ഥാനം നേടിയിട്ടാണ് സ്ഥാനത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ എനിക്ക് ആ പ്രസ്ഥാനത്ത് നിന്ന് നിന്നാൽ മതിയായിരുന്നു. എൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് എനിക്ക് ഓഫർ ചെയ്തത് വലിയ വലിയ സ്ഥാനങ്ങളായിരുന്നു. എനിക്ക് സ്ഥാനമല്ല, സെൽഫ് റെസ്പെക്റ്റ് ആണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അടിമത്തത്തിന്റെ കോട്ടയിൽ നിന്ന് വിഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. അതിൽ തന്നെ തുടരുന്നവർക്ക് ആ അടിമത്തത്തിൽ തുടരാം. സുരേന്ദ്രേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് പുറകെ നടക്കാം. അങ്ങനെ പുറകെ നടന്ന് വാലാട്ടി കിട്ടുന്നത് ഒക്കെ നിങ്ങൾ അനുഭവിച്ചോ? എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ആ കോട്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നയാളാണ്. വിഷം വമിപ്പിക്കുന്ന ഫാക്ടറി അവസാനിപ്പിക്കാം. വളരെ നന്ദി നാലുപേർക്കും. സൂപ്രധാന അവസാനിച്ചു. നമസ്കാരം.